ഇന്ന് ഈ സായങ്കാല സന്ധ്യയിലും നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വന്ന നിങ്ങളെവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സഭയോടുള്ള ബന്ധത്തിലും ഇനിയുള്ള 2 ഞായറാഴ്ചകളിലും കൂടി ഈ ദൈവവചന പഠന ക്ലാസ് തുടരുന്നതായിരിക്കും. ഇന്നും കർത്താവിൻ്റെ ദാസൻ കൃത്യസമയത്ത് തന്നെ തുടങ്ങി കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. കർത്താവ് സഹായിക്കട്ടെ. ഇനി അടുത്ത 2 ഞായറാഴ്ച കൂടെ ഇവിടെ ഈ വചന പഠനം തുടരുന്നതായിരിക്കും. ഈ 4 ക്ലാസ് കൊണ്ട് ഇതൊന്നും ആകില്ല, ഒന്നും ആകാൻ സാധിക്കുകയില്ല. കർത്താവിൻ്റെ ദാസൻ അത് പറയുകയും ചെയ്തു, നമുക്ക് ഏവർക്കും അത് അറിയുകയും ചെയ്യാം. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ആ നിലയിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ക്ലാസ് തുടരാം, നമുക്ക് സാധിക്കും. അതിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്ന് ഒട്ടും ഇനി പാട്ടുപാടി നിങ്ങളെ കൂടുതൽ സമയം അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. അതിനു മുമ്പായി 2 ദൈവദാസന്മാർ നമ്മെ പ്രാർത്ഥന നയിക്കും. ആദ്യമായിട്ട് കർത്താവിൻ്റെ ദാസൻ മോൻസൺ ഐസക്, താളിക്കോട് സഭയിലെ സുവിശേഷകനാണ്. കർത്താവിൻ്റെ ദാസൻ ആദ്യമായി പ്രാർത്ഥന നമ്മെ നയിക്കും. അതിനുശേഷം പഴയപ്പാടത്ത് നിന്ന് കടന്നു വന്നിട്ടുള്ള പ്രസാദ് സഹോദരൻ, കർത്താവിൻ്റെ ദാസൻ അവിടെ ഒരു എൽഡറാണ് പഴയപ്പാട സഭയുടെ. ആ പ്രിയപ്പെട്ട 2 ദൈവദാസന്മാർ പ്രാർത്ഥന നമ്മെ നയിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. വരുന്ന സമയങ്ങളിൽ വളരെ ഏകാഗ്രതയോടുകൂടെ നമുക്ക് മറ്റു ചിന്തകളെല്ലാം വെടിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് ആകാംക്ഷയോടുകൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിപ്പാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ പ്രാർത്ഥന നമ്മെ നയിക്കും. കർത്താവിൻ്റെ വലിയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗോന്നതങ്ങളിൽ വസിക്കുന്ന സർവശക്തനായ ഞങ്ങളുടെ കർത്താവെ, അവിടുത്തെ പുത്രൻ മുഖാന്തരം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് ഇങ്ങനെ കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ചതോർത്ത് തിരുനാമത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ ക്ലാസ്സുകൾ കർത്താവ് അനുവദിച്ചാൽ ഇനിയും 2 ആഴ്ചകൾ കൂടെ തുടർന്നും നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവെ വളരെ അനുഗ്രഹീതമായ ദൈവവചനം അവിടുത്തെ ദാസനിലൂടെ ഞങ്ങൾക്ക് സമൃദ്ധിയായി നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. മരണം അത് ഒടുക്കത്തെ ശത്രുവാണ് എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ അതിനെ തോൽപ്പിക്കുകയും ഞങ്ങളുടെ മരണഭയത്തെ അപ്പാടെ മാറ്റുകയും കർത്താവെ ഉന്നതമായ പ്രത്യാശ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ പോകുവാൻ തക്കവണ്ണം ഇന്നും അവിടുത്തെ ദാസനെ സഹായിക്കണം. ഞങ്ങൾക്കത് മനസ്സിലാക്കുവാനുള്ള ദൈവകൃപയും അവിടുന്ന് തരണം. വളരെ ക്ഷേമത്തോടുകൂടെ ഇത്രയും പേർക്ക് എത്തിച്ചേരുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. വന്നുകൊണ്ടിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നിലയിൽ ഒരു ക്ലാസ് ക്രമീകരിപ്പാൻ ഇടയാക്കിയതോർത്തും തിരുനാമത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയപിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പോലെ അവിടുത്തെ സെൻറ്റിലേക്ക് ചേർന്ന് വന്ന് അങ്ങയുടെ വചനം പഠിക്കുവാനായിട്ട് ഇങ്ങനെ ഒരു അവസരം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അപ്പം തുറക്കുവാനൊക്കെ സഹായിച്ചു. ഈ സന്ധ്യയിൽ ദൈവസന്നിധിയിൽ ചേർന്ന് വന്ന് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിട്ടുള്ള അങ്ങയുടെ വചനത്തിൽ നിന്നുള്ള ആലോചനകളെ കേൾക്കുവാനായിട്ട് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളിരിക്കുന്നു. കർത്താവെ, മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചും കർത്താവ് മരണത്തെക്കുറിച്ചുമൊക്കെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ ദാസനിൽ കൂടെ ആ വചനം ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവിൻ്റെ ദാസനെ അവിടുത്തെ മഹത്വകരമായ വേലയ്ക്ക് വേണ്ടി അങ്ങ് ഉപയോഗിച്ചു. ജീവിതത്തിലെ അനേക സങ്കടങ്ങളുടെ നടുവിൽ വേർപാടിൻ്റെ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച നാടുകളിലൊക്കെ സർവാശ്വാസം നൽകുന്ന ദൈവമേ, അവിടുത്തെ വചനത്താൽ അങ്ങ് ബലപ്പെടുത്തി ആശ്വാസം നൽകി നിലനിർത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരുവാനായിട്ടുള്ള ദൈവകൃപ അങ്ങ് നൽകണം. ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാനായിട്ട് കർത്താവിൻ്റെ ദാസനെ അങ്ങ് ബലപ്പെടുത്തണം എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവ് കർത്താവ് സകല സത്യത്തിലും ഞങ്ങൾ വഴി നടത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന ആ ചോദ്യത്തിന് കർത്താവെ തിരുവഴുത്തിൽ കൂടെ ഉള്ള ഉത്തരങ്ങളെ ഞങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണം. അതിനാവശ്യമായ കൃപ നൽകണം. കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തി അയച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഈ സ്ഥലസഭയ്ക്കായി സ്തോത്രം. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ക്രമീകരിക്കുവാൻ ഇവിടെയുള്ള മൂപ്പന്മാർക്കും ദൈവജനത്തിനും കൊടുത്ത നല്ല കാഴ്ചപ്പാടിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കിടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ശ്രദ്ധയോടെ അവിടുത്തെ വചനം കേട്ട് ആ സത്യങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ
അനുസരിച്ച് ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൻ്റെ ദാസൻ ജോൺ പി തോമസ് മുഖാന്തരമാണ് ഈ സ്ഥലസഭ ഉളവാകാനായിട്ട് ഞങ്ങൾക്കൊരു മുഖാന്തരമായി തീർന്നത് 2001. അന്നു മുതൽ ഈ സ്ഥലസഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ ആവശ്യങ്ങളിലും എപ്പോഴും കൂടെയുണ്ട്. ലോകാന്ത്യ സംഭവങ്ങൾ എന്നുള്ള മീറ്റിംഗ് അന്ന് തുടങ്ങി ഇന്നു വരെ ആ വിഷയത്തിൽ ലോകമെമ്പാടും പോയി കർത്താവിൻ്റെ വചനം ഘോഷിപ്പാനായിട്ട് തനദാസനെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥനാ നിരതരാണ്. അതിനുശേഷം പല വിഷയങ്ങൾ നമുക്ക് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. എങ്കിലും നേരിട്ട് നമ്മൾ ഈ വചന പഠനം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് അതിൻ്റെ മാധുര്യം നമുക്ക് മനസ്സിലാകുന്നത്. വരുന്ന നാളുകളിൽ അനേക വിഷയങ്ങളുമായിട്ട് കർത്താവിൻ്റെ ദാസനെ വീണ്ടും എടുത്ത് ഉപയോഗിക്കുവാൻ പ്രത്യേകം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ സ്ഥലസഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹവും ആദരവും ആണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഏത് സമയത്ത് ഞങ്ങൾ വിളിച്ചാലും എനി ടൈം കർത്താവിൻ്റെ ദാസനോട് വരും. ഏത് ശുശ്രൂഷയ്ക്കും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അത് ഇന്ന് വരെ ആ നില ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും നാളിലും ആ നിലയിലായിരിക്കും. കർത്താവിൻ്റെ ദാസൻ തുറന്നുള്ള സമയം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ സംസാരിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ജോൺ പി തോമസ്. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ച നമ്മൾ മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പഠനം ആരംഭിക്കുകയുണ്ടായി. നമ്മെ സംബന്ധിച്ച് ഏത് മനുഷ്യനെ സംബന്ധിച്ചും വളരെ വ്യക്തമായി ഗ്രഹിക്കേണ്ട അതിപ്രധാനമായ ഒരു വിഷയമാണ് മരണവും മരണാനന്തര ജീവിതം എന്നുള്ളത്. നമ്മളതിൻ്റെ പഠനം കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഓർപ്പിച്ചു, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയും അനേക വർഷങ്ങളുടെ പഠനവും ഒക്കെ ഈ ഒരു വിഷയം ശ്രദ്ധിക്കുന്നതിനും എഴുതുന്നതിനും പഠിപ്പിക്കുന്നതിനൊക്കെ ദൈവം ഇടയാക്കി. ഞാൻ ഒട്ടും മുഖവരയായി സമയമെടുക്കാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്ന ചിലരൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട നിങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെല്ലാം റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ആവശ്യമുള്ളത് മാത്രം ഒന്ന് ഓർപ്പിച്ചോട്ടെ. മനുഷ്യന് 3 ഭാഗം ഉണ്ട്, അല്ലെങ്കിൽ ത്രിഭാഗ പ്രകൃതിയുള്ളവനാണ് മനുഷ്യൻ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ട്രൈപാട്രിയറ്റ് നേച്ചർ. ദൈവം തൃത്വം അല്ലെങ്കിൽ ത്രിയേക ദൈവം എന്ന് നമ്മൾ പറയുന്ന പോലെ മനുഷ്യന് ത്രിഭാഗ പ്രകൃതിയുണ്ട്. മനുഷ്യന് ഒരു ശരീരമുണ്ട്, ശരീരത്തിനുള്ളിൽ ഒരു ദേഹിയുണ്ട് അല്ലെങ്കിൽ സോളുണ്ട്, ആ സോളിനോട് ചേർന്ന് ഒരു സ്പിരിറ്റുണ്ട്, അല്ലെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ്. വളരെ വ്യക്തമായി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ശ്രദ്ധിച്ചു. അനേക വാക്യങ്ങളിലൂടെ അത് തെളിയിച്ചു. ഈ പഠനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പഠനമായിരുന്നു മനുഷ്യൻ്റെ 3 ഭാഗം അല്ലെങ്കിൽ ആ പ്രകൃതി. മനുഷ്യൻ്റെ ശരീരം നമുക്കറിയാം. ശരീരം അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഈ ശരീരത്തിലാണെങ്കിലും ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ദേഹിയും ആത്മാവുണ്ട്. നമ്മൾ തിരിച്ച് കണ്ടു എന്താണ് ആത്മാവിൻ്റെ ജോലി, എന്താണ് ദേഹിയുടെ ജോലി. മൃഗങ്ങൾക്ക് ശരീരവുമുണ്ട്, ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ദേഹി അല്ലെങ്കിൽ ഒരു സോളുണ്ട്. എന്നാൽ ആ മൃഗങ്ങൾ മരിക്കുമ്പോൾ അതോടുകൂടെ അത് അവസാനിക്കുന്നു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അവസാനിക്കില്ല. കാരണം മനുഷ്യൻ്റെ ദേഹിയോട്, സോളിനോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് അവൻ്റെ ആത്മാവ്. ആത്മാവും ദേഹിയും ഒന്നായി തീർന്നിരിക്കുകയാണ്. മനുഷ്യൻ്റെ ആത്മാവിനെ ദേഹിയും കൂടെ രണ്ടാക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടു, ദൈവവചനം കൊണ്ട് ഡിസൈൻ ചെയ്യാം, വേർതിരിച്ച് കാണാം. നമ്മുടെ ഉള്ളിലുള്ള ചിന്ത ദേഹിയിൽ നിന്നാണോ ആത്മാവിൽ നിന്നാണോ എന്ന് ദൈവവചനത്തിലൂടെ ഡിസൈൻ ചെയ്യാം, വകതിരിച്ച് മനസ്സിലാക്കാം എന്നുള്ളതല്ലാതെ നമ്മുടെ ദേഹിയെയും ആത്മാവിനെയും തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല. മരിക്കുമ്പോഴും അത് വേർതിരിയുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് പ്രത്യേകത എന്നുള്ളത് നമ്മൾ കണ്ടു. മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവ്, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഈ ആത്മാവുള്ള ഏക സൃഷ്ടിപ്പെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണ്. ഈ ആത്മാവ് ദൈവത്തിൻ്റെ ജീവശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്.
മനുഷ്യനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി മാറി. ഹി ബിക്കേം എ ലിവിങ് സോൾ ഓർ ഹി ബിക്കേം എ സ്പീക്കിംഗ് സോൾ. അവൻ സംസാരിക്കുന്ന ഒരു ദേഹിയായി മാറി. മനുഷ്യന് പ്രത്യേകത അതാണ്. മനുഷ്യന് നമ്മൾ ഓർത്തു, ഈ ആത്മാവ് അവന് വിവേകം നൽകുന്നു, മനുഷ്യന് വിവേകം നൽകുന്നു, ധാർമ്മിക ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊടുക്കുന്നു, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നു. ദൈവമായിട്ട് സംസർഗം നടത്തുന്നത് ഈ ആത്മാവിലാണ്. എന്നാൽ അവൻ്റെ ദേഹി അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത്, അവൻ്റെ വികാരം ഇതൊക്കെ കുടികൊള്ളുന്നത് ദേഹിയിലാണ്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം ദേഹിയിലാണ്. ആ ദേഹി സോളിലൂടെയാണ് വാസ്തവത്തിൽ അവൻ പ്രകടമാക്കുന്നത്. എന്നാൽ നമ്മൾ ഓർക്കണം, ദൈവം മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ ആത്മാവ്, ദേഹി, ശരീരം, ആ ഓർഡറിലാണ് തെസ്സലോനിക്കൻ ലേഖനത്തിൽ നമ്മൾ കണ്ടത്. മനുഷ്യൻ്റെ ആത്മാവ് അവൻ്റെ ദേഹിയെ നിയന്ത്രിച്ച് അതിലൂടെ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുമ്പോൾ ദൈവമായിട്ട് സംസർഗമുള്ളവനായി അവൻ ജീവിച്ചു. അനുസരണക്കേടിൻ്റെ ഫലമായി ദൈവത്തോട് സംസർഗം നടത്തിയിരുന്ന ആത്മാവിൽ മരണം സംഭവിച്ചു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവൻ അർത്ഥപ്രാണനായി. കർത്താവ് പറഞ്ഞ ശമരിയക്കാരൻ്റെ ഉപമ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹാഫ് ഡെഡ്, അവൻ്റെ ആത്മാവ് മരിച്ചു, മുറിവേൽപ്പിച്ചു, അവനെ അർത്ഥപ്രാണനായി വഴിയിൽ വിട്ടിട്ട് പോയി. അതെല്ലാം മനുഷ്യൻ്റെ ചിത്രമാണ്. നമ്മുടെ കർത്താവ് അതുകൊണ്ടാണ് നിക്കോദിമോസ്, ഭക്തനായ നിക്കോദിമോസിനോട് പറഞ്ഞത്, വീണ്ടും ജനിക്കണം. യു നീഡ് ടു ഹാവ് എ റീബർത്ത്. വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കില്ല, സ്വർഗരാജ്യം കാണില്ല എന്ന് കർത്താവ് ഓർപ്പിച്ചത്. നമുക്ക് അറിയാം, ആ വിഷയം അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം, മരിക്കുന്ന സമയം അവൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വളരെ വ്യക്തമായി സഭാപ്രസംഗിയിൽ നിന്നൊക്കെ നമ്മൾ കണ്ടു, ആ മനുഷ്യൻ്റെ ശരീരം മണ്ണിൽ നിന്നുണ്ടാക്കിയതാണ്. ആ ശരീരം വീണ്ടും മണ്ണിലേക്ക് മടങ്ങിച്ചേരും, പൊടിയായി മാറും. എന്നാൽ അവൻ്റെ ഉള്ളിൽ നൽകിയ ആത്മാവും ദേഹിയും അതൊന്നിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു. നമ്മൾ എങ്ങനെ എവിടെ പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഒരു ആത്മാവ് മനുഷ്യനെ വിട്ടുകഴിഞ്ഞാൽ പോയത് പാതാളത്തിലേക്കാണ്. ഹേഡീസ് അല്ലെങ്കിൽ ഷിയോൾ. ഹേഡീസ് എന്നുള്ളത് ഗ്രീക്ക് വാക്കും ഷിയോൾ എന്നുള്ളത് എബ്രായ വാക്കുമാണ്. അത് പാതാളം അല്ലെങ്കിൽ അധോലോകത്തിലാണ്. അതിന് കർത്താവിൻ്റെ കാലത്ത് പറുദീസ, മുകളിലുള്ള ആ ഹേഡീസിന് പറുദീസ എന്ന് പേര് പറഞ്ഞു. നമ്മൾ കണ്ടു, ആ ഹേഡീസിന്, ഷിയോളിന്, പാതാളത്തിന് 3 തട്ടുണ്ട്. ദാവീദ് പ്രാർത്ഥിച്ചു, 86-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചു. You have delivered my soul from the lowest Sheol. Lower, lowest. ഏറ്റവും താഴെയുള്ള പാതാളത്തിൽ നിന്ന് വിടുവിച്ചു. ദുഷ്ടന്മാർ മരിക്കുമ്പോൾ പോകുന്നത് താഴെയുള്ള പാതാളത്തിലാണ്. ധനവാൻ മരിച്ചു, പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. എന്നാൽ ഭക്തന്മാർ മരിച്ചപ്പോഴും പാതാളത്തിലോട്ടാണ് പോയത്. നമ്മൾ അനേക വാക്യങ്ങൾ എടുത്ത് കണ്ടു. യാക്കോബിൻ്റെയും യോസേഫിൻ്റെയും ഒക്കെ ചരിത്രം കണ്ടു. അവർ പറയുന്നുണ്ട്, ദുഃഖത്തോടെ എൻ്റെ പ്രാണനെ പാതാളത്തിലേക്ക് ഇറക്കും. അവരും പാതാളത്തിലോട്ട് പോയി. പക്ഷേ പാതാളത്തിൽ താഴെയുള്ള പാതാളത്തിലോട്ടല്ല, മുകളിലുള്ള പാതാളത്തിലേക്കാണ് അവർ പോയത്. ഇത് തമ്മിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ദാവീദിന്റെ വാക്കുകളിലൂടെ അത് നമ്മൾ കാണുന്നു. സദൃശവാക്യത്തിൽ കണ്ടു, ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാണ്, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. ഭക്തന്മാർ, പഴയ നിയമ ഭക്തന്മാർ മരിച്ചപ്പോൾ മുകളിലുള്ള പാതാളത്തിൽ അവർ കടന്നുപോയി. നമ്മുടെ കർത്താവ് മരിച്ച് 3 ദിവസം, 3-ാം ദിവസം പുനരുത്ഥാനം പ്രാപിക്കുന്നു. ആ പുനരുത്ഥാന വേളയിൽ മറിയോട് പറയുന്നുണ്ട്, എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ കരേറി പോയിട്ടില്ല. ആ 3 ദിവസം അവൻ്റെ ആത്മാവ് എവിടെയായിരുന്നു? ആ രക്ഷിക്കപ്പെട്ട കള്ളനോട് പറയുന്നുണ്ട്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. മുകളിലത്തെ പാതാളത്തിന് കർത്താവിൻ്റെ കാലത്ത് പറുദീസ എന്ന് പറഞ്ഞിരുന്നു. അതിന് അബ്രഹാമിൻ്റെ മടിയെന്നും പറഞ്ഞിരുന്നു. യോസീഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ചരിത്രകാരൻ.
എന്നാൽ നമ്മൾ ഓർക്കണം, ആ പാതാളം അല്ലെങ്കിൽ മുകളിലത്തെ പാതാളം നമ്മുടെ കർത്താവ് മരിച്ച് 3 ദിവസം എൻ്റെ ആത്മാവ് അവിടെയായിരുന്നു. 3-ാമത്തെ ദിവസം പുനരുത്ഥാനം പ്രാപിച്ചപ്പോൾ അവിടെയുള്ള ആത്മാക്കളെയും കൊണ്ട്, വിശുദ്ധന്മാരെയും കൊണ്ട് അവൻ കരേറിപ്പോയി. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കരേറി. നമ്മുടെ കർത്താവ് ഇന്ന് എവിടെയാണോ അവിടെ ആക്കിയിട്ട് അവൻ മടങ്ങി വന്നു. പ്രഭാതത്തിൽ മറിയോട് പറഞ്ഞു, എന്നെ തൊടരുത്. വൈകിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ തൊട്ടു നോക്കുക. കർത്താവ് ആ പ്രഭാതത്തിനും ആ സന്ധ്യയ്ക്കും മധ്യേ സ്വർഗത്തിൽ കരേറിപ്പോയി മടങ്ങി വന്നു. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചു. എന്നാൽ നമ്മൾ ഓർക്കണം, ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മർത്യ ശരീരം. നമുക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരാരോ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഓർത്തു, ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ആ വാക്യം ഏതാണ്ട് 4000 വർഷം പഴക്കമുണ്ട് ആ ചോദ്യം ചോദിച്ചിട്ട്. ഇന്നേക്ക് BC ഏതാണ്ട് 2000. അതായത് ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? If a man dies, shall he live again? നമ്മൾ ഇന്ന് ആ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മരിക്കുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചില വാക്യങ്ങൾ അത്യാവശ്യമുള്ള ഒന്ന് എടുത്തോട്ടെ. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം മരണമെന്ന് പറയുന്നതിന് ഒരു നിർവചനം നമുക്ക് കാണാൻ കഴിയുന്നത് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യമാണ്. 26-ാം വാക്യം, ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കുന്ന പോലെ ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ as the body without the spirit is dead, as the body which is without the spirit is dead. അതായത് ആത്മാവില്ലാത്ത ശരീരം മരിച്ചതാണ്. അതാണ് യാക്കോബ് ലേഖനത്തെ നമ്മൾ വായിക്കുന്നത്. ആത്മാവ് വിട്ടുപോകുമ്പോൾ ആ ശരീരം അവിടെ കിടക്കുകയാണ്, അത് മരിച്ചു. നമ്മൾ കണ്ടു വിശുദ്ധന്മാരുടെ ആ വിധത്തിലുള്ള മരണത്തിന് വളരെ വ്യക്തമായി നമ്മൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായമാണെന്ന് തോന്നുന്നു നമ്മൾ വായിക്കുകയുണ്ടായി. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും എഴുന്നേറ്റു. കർത്താവിൻ്റെ മരണപുനരുത്ഥാന ശേഷം വിശുദ്ധന്മാരുടെ മരണത്തിന് നിദ്ര എന്ന വാക്കുപയോഗിച്ചു. ലാസറിനെ കുറിച്ച് പറഞ്ഞു, ലാസർ നിദ്ര പ്രാപിച്ചു. തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിക്കും. നിദ്ര എന്നുള്ള വാക്കാണ്. എന്നാൽ വളരെ വ്യക്തമായി പ്രിയപ്പെട്ട സഹോദരീസഹോദരന്മാരോട് പറയട്ടെ, ഒരിക്കലും നമ്മുടെ ആത്മാവിന് അത് ഉപയോഗിച്ചിട്ടില്ല. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ, the bodies that were slept, ശരീരമാണ് ഉറങ്ങുന്നത്. ആത്മാവും ദേഹിയും ഉറങ്ങുന്നില്ലേ? നമ്മൾ കണ്ടു പൗലോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. പൗലോസ് മരിച്ചുവെന്ന് കരുതി ലുസ്രയിൽ വെച്ച് സംഭവിച്ച സംഭവമാണെന്നും നമ്മൾ കാണുകയുണ്ടായി. പൗലോസിനെ അവർ കല്ലെറിഞ്ഞു. പൗലോസ് മരിച്ചുവെന്ന് കരുതി തൻ്റെ ശരീരം വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുവന്നു. ശിഷ്യന്മാർ ചുറ്റും നിൽക്കുകയാണ്. പക്ഷേ പൗലോസ് അവിടെ ഇല്ല. പൗലോസ് 14 വർഷം മൗനമായി ഇരുന്നിട്ട് പൗലോസ് പറയുന്നു, ഞാനൊരു മനുഷ്യനെ അറിയുന്നു. 14 സംവത്സരം മുമ്പ് അവൻ 3-ാം സ്വർഗത്തോളം എടുത്തുള്ളപ്പെട്ടു. ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയില്ല. പൗലോസിന്റെ ശരീരം അവിടെ കിടപ്പുണ്ട്. അവൻ്റെ ആത്മാവ് അവൻ്റെ ദേഹത്തിൽ നിന്ന് വിട്ടുമാറി. അത് 3-ാം സ്വർഗം. നമ്മൾ കണ്ടു, 3-ാം സ്വർഗം ദൈവം വസിക്കുന്ന പ്രതലമാണ്. അവിടേക്ക് കയറിപ്പോയി. എന്നാൽ അവിടെ ചിന്തിക്കേണ്ട കാര്യം, പൗലോസ് പറയുന്നു, ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്നറിയുന്നില്ലേ എന്ന് പറഞ്ഞാൽ, ഒരു വിശുദ്ധൻ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ആത്മാവ് ശരീരത്തിൽ വസിക്കുന്ന പോലെയുള്ള അനുഭവമാണ്. ധനവാൻ മരിച്ചു, പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. അവൻ കാണുന്നു, അവൻ കേൾക്കുന്നു. പൗലോസും പറയുന്നു, ഞാൻ കേട്ടു, ഉച്ചരിച്ചുകൂടാൻ പാടില്ലാത്തത് ഞാൻ കേട്ടു. നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നാം മരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ ആ ആത്മാവ് നിദ്ര പ്രാപിക്കുന്നില്ലേ? വിശ്രമിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിശ്രമിക്കുന്നു എന്നുള്ളതും നിദ്ര പ്രാപിക്കുന്നു എന്നുള്ളതും രണ്ടാണ്. എന്നാൽ ബൈബിളിൽ ശരീരങ്ങളാണ് നിദ്ര പ്രാപിച്ചിരിക്കുന്നത്. The bodies that were slept.
ശരീരം നിദ്ര പ്രാപിക്കും. നമ്മൾ കണ്ടു യാക്കോബ് ലേഖനത്തിൽ, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്, മരിച്ചതാണ്. ദ ബോഡി ഈസ് വിതൗട്ട് ദ സ്പിരിറ്റ് ഈസ് ഡെഡ്. ഈ ശരീരങ്ങൾ വീണ്ടും ജീവിക്കുമോ? ഏതാണ്ട് 4000 വർഷം മുമ്പ് ചോദിച്ചൊരു ചോദ്യം. ആ ചോദ്യം ഇയ്യോബ് മാത്രമല്ല ചോദിച്ചത്, ചരിത്രത്തിൽ ഒരുപാട് പേര് ചോദിച്ചു. ഒരുപാട് മനുഷ്യർ ചോദിച്ച ചോദ്യമാണ്, മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ്റെ ബുദ്ധിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ. പൊടിപണ്ട് ആയിരുന്നത് പോലെ എടുത്ത് വായിക്കുന്നില്ല. നമ്മൾ സഭാപ്രസംഗി 12:7 വായിക്കുകയുണ്ടായി, പൊടിപണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക് തിരിയും. സഭാപ്രസംഗി 3:20 സകലവും പൊടിയിൽ നിന്നുണ്ടായി, തിരിച്ച് പൊടിയിലേക്ക് സകലവും ചേരുന്നു. ശരീരം മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്, പൊടിയിൽ നിന്നുണ്ടാക്കിയതാണ്. അത് വീണ്ടും പൊടിയിലേക്ക് മടങ്ങിച്ചേരും. ആ ശരീരം മണ്ണിലേക്ക് ചേർന്നിട്ട് ആ ശരീരത്തെ പല വൃക്ഷങ്ങൾ വലിച്ചെടുത്ത് ആ വൃക്ഷത്തിൻ്റെ ഫലം മറ്റ് പലരും ഭക്ഷിച്ചല്ലെങ്കിൽ മൃഗങ്ങൾ ഭക്ഷിച്ച് അത് വീണ്ടും അതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ പോയ ശേഷം വീണ്ടും ഈ ശരീരം മടങ്ങി വരുമോ? മനുഷ്യൻ്റെ ബുദ്ധിയിൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്, ഈ ശരീരം വീണ്ടും ജീവിക്കുമോ? പുനരുദ്ധാനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, ഗ്രീക്ക് ലാംഗ്വേജിൽ പുനരുദ്ധാനം എന്ന വാക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അനസ്തസിസ് എന്ന വാക്കാണ്. അനസ്തസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കുക. മനുഷ്യൻ്റെ പ്രാണൻ പോയി കഴിയുമ്പോൾ ആ ശരീരം മണ്ണിലേക്ക് വീഴും, അല്ലെങ്കിൽ മണ്ണിനോട് ചേരും. ആ ശരീരം വീണ്ടും എഴുന്നേൽക്കുക, അനസ്തസിസ്. ദാറ്റ് ഈസ് നോൺ ആസ് റിസറക്ഷൻ. വീണ്ടും എഴുന്നേൽക്കുന്നത് ആ ശരീരം. ഈ ശരീരം വീണ്ടും ജീവിക്കുമോ? ബൈബിള് വിശ്വസിക്കുന്നവർ, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുന്നവർ, ദൈവത്തെ വിശ്വസിക്കുന്നവർ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വിശ്വസിക്കുന്നു നമുക്ക് പുനരുദ്ധാനമുണ്ട്. എന്നാൽ എത്ര വികൃതമായ ചിന്തകളും ഉപദേശങ്ങളുമാണ് ഈ കർത്താവിൻ്റെ കാലത്തും മനുഷ്യരുടെ ചിന്താഗതിയിലും ഉള്ളതെന്ന് നമുക്ക് ഓടിച്ച് ഒന്ന് നോക്കാം. എന്നാൽ ഞാനൊന്ന് ചില വാക്യങ്ങളൊന്ന് എടുത്തോട്ടെ. മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ? പഴയ നിയമ ഏടുകളിൽ നിന്ന് 1-2 വാക്യമൊന്ന് വായിക്കാം. നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു വാക്യം വായിക്കാം. ദാനിയേൽ 12 നമുക്ക് പരിചയമുണ്ട്. എന്നാൽ യെശയ്യാ പ്രവചനം അതിൻ്റെ 26-ാം അധ്യായം നോക്കിയാട്ടെ. ഐസയ്യാ ചാപ്റ്റർ 26, യെശയ്യാ പ്രവചനം 26-ാമത്തെ അധ്യായം. അവിടെ ഈ പുനരുദ്ധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. 26-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പിൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിൻ്റെ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ, എൻ്റെ മൃതന്മാർ ജീവിക്കും. മൈ ഡെഡ് ബോഡീസ് വിൽ അറൈസ്. പഴയ നിയമ ഏടുകളിൽ വളരെ വ്യക്തമായി പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, എൻ്റെ മൃതന്മാർ ജീവിക്കും, പൊടിയിൽ കിടക്കുന്നവർ എഴുന്നേൽക്കും. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞ വാക്ക് നമുക്ക് വളരെ പരിചയമാണ്. നമുക്കൊന്ന് വായിച്ചേക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. 5-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, 5-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, കല്ലറകളിൽ ഉള്ളവർ, ദാറ്റ് ഈസ് ബോഡി, കല്ലറയിൽ ശരീരമാണ്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പോൾ കല്ലറകളിൽ ശരീരമാണ്. ആ കല്ലറകളിൽ ഉള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് 3 ശബ്ദങ്ങൾ കാണുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഈ 3 ശബ്ദങ്ങൾ ചുമ്മാതെ ഉണ്ടാകുകയല്ല. കർത്താവിൻ്റെ ഗംഭീരനാദം, കല്ലറകളിൽ ഉള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കും.
ലോകത്തിൽ ആഗോളമായി തന്നിൽ വിശ്വാസമർപ്പിച്ച് മരിച്ച കല്ലറകളിൽ അടക്കപ്പെട്ട വിശുദ്ധന്മാർ, അവന്റെ ശബ്ദം ഈ കല്ലറകളുടെ ഉള്ളിലേക്ക് കരേറി ചെല്ലും. ലാസറിന്റെ കല്ലറയുടെ മുന്നിൽ നിന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം വിളിച്ചു വരുത്തിയ ദൈവത്തിന്റെ പുത്രൻ, മരിച്ചു കിടക്കുന്ന വിശുദ്ധന്മാർ, അവരുടെ കല്ലറകളിലേക്ക് അവന്റെ ശബ്ദം ഇറങ്ങി ചെന്നിട്ട് പുനരുത്ഥാനം സംഭവിക്കുന്നു. രണ്ടു വിധമായി പുനരുത്ഥാനം ഇവിടെയുണ്ട്, നമുക്കത് പിന്നീട് ചിന്തിക്കാം. എന്നാൽ ഇവിടെ ഒരു വാക്കൊന്ന് കൺഫ്യൂഷൻ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴികവിൽ. നന്മ ചെയ്തവർ, അപ്പം നല്ല പ്രവൃത്തി ചെയ്യുന്നവരാണ് ഈ നല്ല പുനരുത്ഥാനം എന്നൊരു ചിന്ത കടന്നു വരും. അതിന് 6-ാം അധ്യായം എന്ന് നോക്കിക്കാട്ടെ, ഞാനതൊന്ന് വായിച്ചങ്ങ് വിട്ടേക്കാം. 6-ാം അധ്യായത്തിൽ അതിൻ്റെ 28ഉം 29ഉം വാക്യം: ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്നുത്തരം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് നല്ല പ്രവൃത്തി. നല്ല പ്രവൃത്തി ചെയ്തവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കും. ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്തപ്പോൾ, നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്ന ഈ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ തന്നെ എത്രയോ ചിന്തകളാണ് ഈ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നതെന്ന് ശ്രദ്ധിക്കുവാനിടയായി. ഞാൻ കുറിച്ചിട്ടു. ഉദാഹരണമായിട്ട്, കർത്താവിൻ്റെ കാലത്ത് സാദൂസീസ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് പുനരുത്ഥാനവുമില്ല, ദൂതന്മാരുമില്ല എന്നുള്ളത് അവർ പഠിപ്പിക്കുന്നു. ഈ സാദൂസീസ് അല്ലെങ്കിൽ സദൂക്യര് പുനരുത്ഥാനമില്ല എന്ന് പഠിപ്പിക്കുന്ന യഹൂദന്മാരാണ്. അവര് കർത്താവിനോടും പൗലോസിനോടും ഏറ്റവും അധികം എതിർത്ത് നിന്നൊരു കൂട്ടരാണ്, ബിറ്റർ ഒപ്പോണൻസ്. എന്നാൽ അടുത്തതായിട്ട് കർത്താവിൻ്റെ കാലത്ത് തന്നെ പുതിയ നിയമത്തിൽ എപ്പിക്യൂരിയൻസ് എന്ന് പറഞ്ഞൊരു കൂട്ടരെ കാണുന്നു. എപ്പിക്യൂരിയൻസ് എന്ന് പറയുന്നത് പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന ജാതികളാണ്. ജാതികളിൽ പുനരുത്ഥാനമില്ലെന്ന് പറയുന്നവരാണ് എപ്പിക്യൂരിയൻസ്. പുനരുത്ഥാനമില്ലെന്ന് പറയുന്ന യഹൂദന്മാരാണ് സദൂക്യര്. വേറെ ഒരു കൂട്ടരുണ്ട്, സ്റ്റോയിക്സ് എന്ന് പറയുന്നവര് അവര് പഠിപ്പിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ദൈവത്തിൽ ചെന്ന് അങ്ങ് ചേരുകയാണ്. അബ്സോർപ്ഷൻ ഇൻ ടു ദ ഡിവൈൻ. ദൈവത്തിൽ ചെന്ന് സകലവും ചേരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ അങ്ങ് അലിഞ്ഞു ചേരുന്നു. ആ ചിന്താഗതിയുള്ളവർ ഇന്നും ധാരാളം പേരുണ്ട്. വേറൊരു കൂട്ടരുണ്ട്, ഗ്രീക്സ്. അവരുടെ ചിന്ത പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ആ അവരുടെ കുഞ്ഞുങ്ങളിൽ വീണ്ടും ജീവിക്കുന്നതാണ്. അങ്ങനെയാണ് അവർ വിശ്വസിച്ചത്. പിന്നീട് നോസ്റ്റിക്സ് എന്ന് പറയുന്ന നോസ്റ്റിസിസം പഠിപ്പിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നത് റൈസിങ് ഓഫ് ദ സോൾ ഫ്രം ദ ഡെത്ത് ഓഫ് ഇഗ്നറൻസ്, അതായത് അജ്ഞതയിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ ചിന്തകൾ പുനരുത്ഥാനം പ്രാപിക്കുന്നതാണ് ഈ പുനരുത്ഥാനമെന്ന് നോസ്റ്റിസിസം പഠിപ്പിച്ചു. അവർ അടിസ്ഥാനപരമായി പഠിപ്പിച്ചു, അതായത് ശരീരം വളരെ മോശമായ ഒന്നാണ്, അതുകൊണ്ട് ഈ ശരീരത്തിനല്ല പുനരുത്ഥാനമെന്ന് അവർ പഠിപ്പിച്ചു. നമുക്കറിയാം, ഇന്ത്യയിലെ വിവിധമായ ചിന്തകളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വേറെ ഒരു കൂട്ടർ കൊരിന്ത്യർ ലേഖനം ഒന്നെടുത്താട്ടെ, ഇത് വിശ്വാസികളാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം നോക്കിക്കാട്ടെ. ഈവൻ എമംഗ് ബിലീവേഴ്സ്, വിശ്വാസികളുടെ കൂട്ടത്തിൽ, കൊരിന്ത്യർ സഭയിലെ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നോക്കിക്കാട്ടെ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? കൊരിന്ത്യ സഭയിൽ ചിലർ പഠിപ്പിച്ചു അല്ലെങ്കിൽ ചിന്തിച്ചു മരിച്ചവരുടെ പുനരുത്ഥാനമില്ല. നമ്മളത് ആലോചിച്ച് നോക്കി. സദൂക്യര്, യഹൂദന്മാരുടെ ഇടയിലുള്ള സദൂക്യര് പുനരുത്ഥാനം ഇല്ലെന്ന് പറഞ്ഞു.
ജാതികളുടെ മധ്യത്തിൽ എപ്പിക്യൂരിയൻസ് പുനരുത്ഥാനം ഇല്ലെന്ന് പറഞ്ഞു. സ്റ്റോയിക്സ്, അതായത് പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാം ചെന്ന് ദൈവത്തിൽ അങ്ങ് അലിഞ്ഞു ചേരുകയാണ്, ഫൈനൽ അബ്സോർപ്ഷൻ ഇൻ ടു ഡിവൈൻ, ദൈവത്തിൽ ചെന്ന് അലിഞ്ഞു ചേരുന്നതാണ്. ഗ്രീക്കുകാർ പഠിപ്പിച്ചു കുഞ്ഞുങ്ങളിലാണ് പുനരുത്ഥാനത്തിൽ അവരുടെ ജീവൻ ചെന്ന് കുഞ്ഞുങ്ങളിൽ ചെന്ന് അത് ആവസിക്കുകയാണ്. നോസ്റ്റിസിസം പഠിപ്പിച്ചു പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ റൈസിങ് ഓഫ് ദ സോൾ ഫ്രം ദ ഡെത്ത് ഓഫ് ഇഗ്നറൻസ്, അജ്ഞതയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു, ജ്ഞാനം പ്രാപിക്കുന്നതാണ് പുനരുത്ഥാനം. കൊരിന്ത്യ സഭയിൽ ചിലർ ഡൗട്ട് ചെയ്തു, പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെയാണ് എന്ന് പൗലോസ് ചോദിച്ചു. മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ വീണ്ടും ജീവിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചേരുന്നതല്ല. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് ചേരുന്നതല്ല. അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതായത് ഈ ശരീരം മണ്ണിൽ ചേർന്ന് അത് പിന്നീട് നമ്മൾ ഓർത്തതുപോലെ സസ്യങ്ങളൊക്കെ വലിച്ചെടുത്ത് ആ സസ്യങ്ങളുടെ ഫലം മറ്റു മൃഗങ്ങളൊക്കെ ഭക്ഷിച്ച് ഇങ്ങനെ പ്രോസസ്സിൽ പോയ ശേഷം വീണ്ടും ഇത് പുനരുത്ഥാനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, ആ ശരീരം വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കോർണർ സ്റ്റോൺ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പുനരുത്ഥാനമാണ്. എൻ്റെ വ്യക്തിത്വം നശിക്കുന്നില്ല. മൈ പേഴ്സണാലിറ്റി ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനമാണ്. ആ വ്യക്തിത്വം ഒരിക്കലും നശിക്കില്ല. ഞാൻ തന്നെ ആയിരിക്കും. വണ്ടർഫുൾ. എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ പേര് വിളിക്കുമ്പോൾ ഞാനാണ് അവിടെ നിൽക്കുന്നത്, വേറെ ആരുമല്ല. ഞാനല്ലെങ്കിൽ എൻ്റെ പേരവിടെ എഴുതേണ്ട കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ തന്നെയായി അവിടെ കാണും. എൻ്റെ അമ്മയായിട്ട് എനിക്ക് കാണാൻ കഴിയും. എൻ്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കും. അല്ലെങ്കിൽ പുനരുത്ഥാനം കൊണ്ടും ഒക്കെ എന്താണ് അർത്ഥം? നമ്മുടെ വിശ്വാസം, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പുനരുത്ഥാനം പ്രാപിക്കും എന്നുള്ളതാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ എടുത്തു നോക്കിയാൽ ഏതാണ്ട് കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ 11 പ്രാവശ്യം അപ്പോസ്തലപ്രവൃത്തികളിൽ ഈ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതായി കാണുന്നുണ്ട്. അത് കൂടുതൽ പ്രസംഗിച്ച് കാണും. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഏതാണ്ട് 10 പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ പുനരുത്ഥാനം എന്ന ടോപ്പിക് ഏതാണ്ട് 21 പ്രാവശ്യം അപ്പോസ്തലപ്രവൃത്തികളിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രസംഗത്തിൻ്റെ കാതലായ വിഷയം പുനരുത്ഥാനമായിരുന്നു. പുതിയ നിയമത്തിൽ പറയപ്പെടുന്നു ഏതാണ്ട് 68 റെഫറൻസസ് റിസറക്ഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് പറയുന്നു. വീണ്ടും നമ്മൾ ഓർക്കാം, ഒരാൾ ക്രിസ്ത്യാനിയായി മാറണം, രക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മളത് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം, എങ്കിലും നമ്മളൊന്ന് വായിച്ചു പോവുകയാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 9-ാം വാക്യത്തിൽ യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചൊന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടണോ? ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചെന്ന് വിശ്വസിക്കണം. നമ്മൾക്ക് പുനരുത്ഥാനം ഉണ്ടെന്നുള്ളത് നോക്കുക. അത് പുനരുത്ഥാനം പ്രാപിക്കുമെന്നുള്ളത് നമ്മൾ ഓർത്തതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കോർണർ സ്റ്റോണാണ്. മറ്റ് മതങ്ങളിൽ നിന്ന് വിഭിന്നമായി നാം പഠിപ്പിക്കുന്ന ഒരു വലിയ വസ്തുത, ഞാൻ തന്നെയായി പുനരുത്ഥാനം പ്രാപിക്കും. എത്രയോ മതങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് ഇത് പഠിപ്പിക്കുന്നത്. നമ്മൾ വളരെ വ്യക്തമായി നോക്കുക. ഈ മരണം എന്നുള്ളത് ഇറ്റ്സ് എ നോർമൽ, ബിക്കോസ് അത് സാധാരണ സംഭവിക്കുന്നതാണ്. കാരണം എന്താ? അത് ദൈവം നിയമിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാതറിയാം. എബ്രായലേഖനം 9:27 ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഗോഡ്. എന്തിനാ മനുഷ്യൻ മരിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഗോഡ്സ് അപ്പോയിൻമെൻറ്റ്. ദൈവത്തിൻ്റെ നിയമനമാണ്. അതുകൊണ്ട് മനുഷ്യൻ മരിക്കും. എന്നാൽ മരിക്കുന്ന മനുഷ്യനെ ഉയിർപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ.
റിസറക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു സൂപ്പർ നാച്ചുറൽ പെർഫോമൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അതുല്യമായ അലൗകികമായ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് നടത്തുന്നതാണ് പുനരുത്ഥാനം. ഞാൻ ഈ വിഷയം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് വേറെ ഒരു ചിന്ത എന്നെ ഭരിച്ചു. അതായത് ലോകത്തിൽ അത്ഭുതങ്ങളുണ്ട്. പഴയ പുരാതന കാലത്തിലെ 7 അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം ഈ അത്ഭുതങ്ങൾ ഏറിയ പങ്കും മരണത്തിൻ്റെ മുകളിൽ പണിതിരിക്കുന്ന കല്ലറകളാണ്. ഉദാഹരണമായിട്ട് മൗസോലിയം എന്ന് പറയുന്നത് ഒരു ലോകത്തിലെ അത്ഭുതമാണ്. അത് പ്രിൻസ് മൗസോലിയസ് മരിച്ചപ്പോൾ അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന സ്ഥലം വളരെ എലാബറേറ്റായിട്ട് പണിതിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ മൗസോലിയം. അത് പുരാതന കാലത്തെ ഒരു അത്ഭുത വസ്തുതയാണ്. താജ്മഹൽ വേറെ ഒരു അത്ഭുത വിഷയമാണ്. നമുക്കറിയാം എംപറർ ഷാജഹാൻ താൻ സ്നേഹിച്ച തൻ്റെ ഭാര്യ മുംതാസിൻ്റെ മുകളിൽ പണിത വെള്ളം മാർബിളിൻ്റെ കവിതയാണ് താജ്മഹൽ. അത് ഒരു ശവകുടീരത്തിൻ്റെ മുകളിൽ പണിതിരിക്കുക. ഈജിപ്തിൽ ഞാൻ പോയി പല പ്രാവശ്യം പിരമിഡുകൾ കണ്ടു. അതിൽ ഒരു പിരമിഡ് അത്ഭുതപ്പെടുത്തി, ഗീസ പിരമിഡ്. ഏതാണ്ട് 100,000 ആളുകൾ 20 തൊട്ട് 30 വർഷം കൊണ്ട് പണിതതാണ് ഗീസ പിരമിഡ്. ഈ ഗീസ പിരമിഡിൻ്റെ ചുവട്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഏതാണ്ട് 13 ഏക്കറാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 13 ഏക്കറാണ് ഈ ഗീസ പിരമിഡിൻ്റെ ചുവട്. ഏതാണ്ട് 100,000 ആളുകൾ 20 തൊട്ട് 30 വർഷം എടുത്തെന്നാണ് പറയുന്നത് അത് പണിയാൻ. അതിൻ്റെ ബാക്കി കണക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. മരിച്ച ഫറോന്മാരുടെ മുകളിൽ പണിതതാണ്. മരിച്ച മുംതാസിന് മുകളിൽ പണിതതാണ് താജ്മഹൽ. പ്രിൻസ് മൗലസിൻ്റെ മുകളിൽ പണിതതാണ് മുസോളിനിയം. ലോകത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ പണിതുയർത്തിയ എഡിഫൈസസ്, ഈ സൗധങ്ങളാണ്. എന്നാൽ ഒരാൾക്കും മനുഷ്യൻ്റെ കല്ലറകളെ എംപ്റ്റി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിൽ ഒഴിഞ്ഞ ഒറ്റ കല്ലറയുള്ളൂ. യെരുശലേമിൽ കടന്നുപോയാൽ ഇന്നും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. ആ കല്ലറ യേശുക്രിസ്തുവിൻ്റെ കല്ലറയാണ്. ആ കർത്താവ് ദ്രവത്വം കാണത്തില്ല എന്ന് പ്രവചനം നമുക്കൊന്ന് വായിച്ചേക്കാം. സങ്കീർത്തനങ്ങൾ 16 നോക്കിയാട്ടെ. സങ്കീർത്തനങ്ങൾ 16 അതിൻ്റെ 10-ാമത്തെ വാക്യം നോക്കിയാട്ടെ. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ദാവീദ് കർത്താവ് ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ് പ്രവചനാത്മാവിൽ. അവൻ്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടുകളയില്ല, അവൻ്റെ ശരീരം ദ്രവത്വം കാണുവാൻ സമ്മതിക്കില്ല. ആ കർത്താവിൻ്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. 3-ാം ദിവസം തിരുവചനത്തിൽ വായിക്കുന്ന പോലെ അവനെ ആ കല്ലറയിൽ നിന്ന് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇത് പെന്തിക്കോസ്ത് പെരുന്നാളിൽ പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ കാതലെന്ന് പറയുന്നത് ഈ വിഷയമാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം നോക്കി. ആ കാതലായ പ്രസംഗ വിഷയം ഇതാണ്, ഈ കർത്താവിൻ്റെ പുനരുത്ഥാനമാണ്. പൗലോസും മറ്റും നമ്മൾ ഓർത്തതുപോലെ ഈ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നത് മുഴുവൻ ഈ വിഷയമാണ്. അതിൻ്റെ 31-ാം വാക്യം, അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ടു പ്രസ്താവിച്ചു. പത്രോസ് അത് പ്രസംഗിക്കുകയാണ്. അഗ്രിപ്പ രാജാവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പൗലോസ് ചോദിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തി 26:8 അഗ്രിപ്പ രാജാവേ, മനുഷ്യൻ പുനരുത്ഥാനം പ്രാപിക്കില്ല എന്ന് നോക്കാട്ടെ. 26-ാം അധ്യായം അവിടെ അഗ്രിപ്പ രാജാവിനോട് പൗലോസ് ചോദിക്കുന്ന ചോദ്യമാണ്. 26-ന്റെ 8-ാം വാക്യം, ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ. അതൊരു ചോദ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് ഇത്ര ധൈര്യമായി നമുക്കിത് പ്രസംഗിപ്പാൻ. അപ്പോസ്തലന്മാര് ധൈര്യത്തോടെ പ്രസംഗിച്ചത് നമ്മൾ കണ്ടു. അവരുടെ പ്രസംഗത്തിൻ്റെ കാതലായ വിഷയം പുനരുത്ഥാനം എന്ന വിഷയമാണ്.
മരിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതുപോലെ എങ്ങനെയാണ് ആ ശരീരം പുനരുത്ഥാനം പ്രാപിച്ചു വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വ്യക്തിത്വത്തിന് കോട്ടമില്ലാതെ എഴുന്നേറ്റ് വരും. ഞാൻ തന്നെ ആയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ മെസ്സേജ് ജാതികളോടും യഹൂദന്മാരോടും അപ്പോസ്തലന്മാർ ആവർത്തിച്ച് പ്രസംഗിച്ചു. ഇത്തരം ഉറപ്പ് ഇവർക്ക് കൊടുക്കാൻ കാരണം എന്താണ്? നമ്മൾ ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 5:7. ഇത്ര ധൈര്യമായിട്ട് ഇവർ പ്രസംഗിച്ചതിൻ്റെ കാരണം എന്താണ്? 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായമാണ് പുനരുത്ഥാന അധ്യായം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 20 തൊട്ടുള്ള വാക്യം അവിടെ വായിക്കുന്നു. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മനുഷ്യരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തൻ താൻ്റെ നിരയിലാണ്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവുള്ളവർ, അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം ഓർപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിൽ ആദ്യഫലം, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഫസ്റ്റ് ഫ്രൂട്ട് ഈസ് ക്രൈസ്റ്റ്. ഇത് യഹൂദന്മാരായ വിശ്വാസികൾക്ക് ഇത് എഴുതിയപ്പോൾ അവർക്കിത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അവർക്ക് 7 ഉത്സവം ദൈവം കൽപ്പിച്ചാക്കി. എനിക്ക് തോന്നുന്നു ബൈബിളിലെ ഇതുപോലെ പ്രോഫിറ്റബിളായ ഒരു പഠനം ബൈബിളിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ന്യായപ്രമാണം വരാനിരുന്ന നന്മയുടെ നിഴലാണ്. ഇറ്റ് വാസ് എ ഷാഡോ ഓഫ് കമ്മിങ് ഗുഡ് തിങ്. എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം 9-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ന്യായപ്രമാണം വരാനിരിക്കുന്ന നന്മയുടെ നിഴലാണ്. ഇറ്റ് വാസ് എ ഷാഡോ ഓഫ് കമ്മിങ് ഗുഡ് തിങ്. അപ്പോൾ പഴയ നിയമത്തിൽ കൽപ്പിച്ചാക്കിയത് പുതിയ നിയമത്തിലെ മഹത്വങ്ങൾ മനസ്സിലാക്കി തരികയാണ്. പഴയ നിയമത്തിൽ 7 ഉത്സവങ്ങൾ പറഞ്ഞു കൊടുത്തു. നമുക്കറിയാം 7 പൂർണ്ണസംഖ്യയാണ്. ഈ 7 ഉത്സവങ്ങൾ നമുക്കറിയാം. അതിൻ്റെ ലേവ്യ പുസ്തകം 23-ാം അധ്യായമാണ്. നമ്മൾ ആ പഠനത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഓർപ്പിക്കാൻ ഞാനൊന്ന് പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഓടിച്ച് പറയാം. 7 ഉത്സവങ്ങളിൽ 4 ചരിത്രത്തിൽ നടന്നു കഴിഞ്ഞു. ആദ്യത്തെ 4. ഈ 4 ഉത്സവങ്ങൾ കഴിഞ്ഞ് ഏതാണ്ട് 3-4 മാസം അവർക്ക് ഇടവേളയാണ്. ഈ ഇടവേളയിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നത് കൊയ്ത്തിനാണ്. കൊയ്ത്തിൻ്റെ കാലയളവാണ്. ഈ കൊയ്ത്ത് തീരുന്നത് ഒരു കാഹളധ്വനി കേട്ടുകൊണ്ടാണ്. അതിനെ പറയുന്നത് കാഹളധ്വനിയുടെ പെരുന്നാൾ. അത് കഴിഞ്ഞാൽ മഹാപാപ പരിഹാര ദിവസം, പിന്നീട് കൂടാര പെരുന്നാൾ. ഈ 4 ഉത്സവങ്ങൾ കഴിഞ്ഞിട്ട് ഇടവേളയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ആദ്യത്തെ 4 ഉത്സവം, 1 പെസഹ പെരുന്നാൾ, അതോട് ചേർത്ത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, അത് കഴിയുമ്പോൾ ആദ്യഫല കച്ചയുടെ പെരുന്നാൾ, അത് കഴിഞ്ഞിട്ട് പെന്തിക്കോസ്ത് പെരുന്നാൾ. അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ടങ്ങ് വായിച്ചാൽ മതി. ഈ 4 ചരിത്രത്തിൽ നടന്നു കഴിഞ്ഞു. യഹൂദനോടുള്ള ബന്ധത്തിൽ ഇത് ഓർമ്മയ്ക്കായി കൊടുത്തു. ദൈവം അവരോട് എങ്ങനെ ഇടപെട്ടു? അവരുടെ മനസ്സിൽ അത് മായാതെ ഓർക്കണം അവരെല്ലാ വർഷവും. അതുകൊണ്ട് ഈ 7 ഉത്സവങ്ങൾ അവർ ഓർമ്മയ്ക്കായി കൊണ്ടാടി. യഹൂദനത് ഓർമ്മയ്ക്കായി കൊണ്ടാടിയപ്പോൾ നാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വലുപ്പമാണ് ഈ 7 ഉത്സവം പ്രവചനാത്മാവിൽ ദൈവം കൽപ്പിച്ചു. യഹൂദനത് ഓർമ്മയാണെങ്കിൽ നമ്മെ സംബന്ധിച്ച് പ്രവചനാത്മാവിൽ വരാനുള്ള നന്മ ദൈവം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. ഉദാഹരണമായിട്ട് 1-ാമത്തെ പെരുന്നാള് പെസഹ പെരുന്നാളാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ എന്താ വായിക്കുന്നത്? നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. 1 കൊരിന്ത്യർ 5:7. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ. പഴയ നിയമത്തിലെ പെസഹ യേശുക്രിസ്തുവിൻ്റെ ഓരോ ഡീറ്റെയിലും മരണവും എല്ലാം പഴയ നിയമം നോക്കിയാൽ അതിവിടെ പൂർണ്ണമായി നിവർത്തിക്കപ്പെടുകയാണ്.
കർത്താവിൻ്റെ മരണത്തെ വരച്ചു കാണിക്കുന്നു ഈ ആദ്യത്തെ പെരുന്നാൾ പെസഹ. അത് കഴിഞ്ഞ ഉടൻ 14-ാം തീയതി സന്ധ്യയ്ക്ക് പെസഹ, 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പം. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുന്നു. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ വന്നപ്പോൾ ഇത് തമ്മിൽ വേർതിരിക്കാൻ ഒക്കുന്നില്ല. കാരണം പുളിപ്പ് പാപത്തെ കാണിക്കുകയാണ്. നമ്മോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ പാപവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ മരണത്തെ പെസഹ കുഞ്ഞാടിനെ കാണിച്ചെങ്കിൽ അവൻ്റെ പുളിപ്പില്ലായ്മ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വന്നത് ആദ്യഫലം കറ്റയാണ്. നമ്മൾ നോക്കിയാൽ ഞാൻ ഒരു കാര്യം എടുത്ത് കാണിക്കാം. അതിൻ്റെ 10-ാം വാക്യം നോക്കിയാട്ടെ. ആദ്യഫല കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ ശബത്തിൻ്റെ പിറ്റേന്നാൾ പുരോഹിതൻ നീരാജനം ചെയ്യണം. വണ്ടർഫുൾ. ആ ടൈപ്പ് ഒന്ന് നോക്കി. വിളഞ്ഞു കിടക്കുകയാണ് വയൽ, കൊയ്യേണ്ട സമയമായി. അവർ കൊയ്യുന്നതിന് മുമ്പ് യഹൂദൻ ആദ്യം വിളഞ്ഞ കറ്റ അറുത്തെടുത്ത് പുരോഹിതൻ്റെ കയ്യിൽ കൊടുക്കും. പുരോഹിതൻ അത് ദൈവസന്നിധിയിൽ ചെന്ന് നീരാജനം ചെയ്യും. ഉയർത്തിയിട്ട് 4 വശത്തോട്ട് മാട്ടും, നീരാജനം ചെയ്യും. നമ്മൾ ഒരു കാര്യം ഓർക്കണം. യഹൂദൻ അവനത് ദൈവമാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം തന്നത്, ദൈവമാണ് ഞങ്ങൾക്ക് ആരോഗ്യം തന്നത്, ദൈവമാണ് കാലാവസ്ഥ നൽകിയത്, ദൈവമാണ് ഈ വിളവിൻ്റെ അവകാശി എന്നുള്ളത് സ്ഥാപിക്കുവാൻ ആദ്യത്തെ കറ്റ ദൈവത്തിന് കൊണ്ടു കൊടുത്തു. ദൈവത്തിന് എന്തിനാ ഒരു കറ്റ? They were acknowledging God. പക്ഷേ ദൈവം വേറെ ഒരു സത്യം മനസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്താണ്? നമ്മൾ 1 കൊരിന്ത്യർ 15-ന്റെ 20-ഉം 25-ഉം വാക്യം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി പുനരുത്ഥാനം പ്രാപിച്ചു. വണ്ടർഫുൾ. വിളഞ്ഞു കിടക്കുന്ന വയലിൽ നിന്ന് ആദ്യം ഒരു കറ്റ കൊയ്തെടുത്ത് ദൈവസന്നിധിയിൽ കൊടുത്തതുപോലെ ഈ ഭൂമിയിൽ മരിച്ചു കിടക്കുകയാണ് മനുഷ്യൻ. ആ മരിച്ചു കിടക്കുന്ന ഈ വയലിൽ ആദ്യത്തെ കറ്റയായി ആദ്യത്തെ വ്യക്തി പുനരുത്ഥാനം പ്രാപിക്കുന്നത് യേശുക്രിസ്തുവാണ്. അപ്പം ചോദിച്ചേക്കാം, ഇതിനു മുമ്പ് ചിലരൊക്കെ പുനരുത്ഥാനം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അവരൊക്കെ വീണ്ടും മരിച്ചു. അവര് ആദ്യഫലമായി പുനരുത്ഥാനം പ്രാപിക്കാൻ ഒക്കില്ല. മരണത്തിന് അധീനമായി ശരീരത്തിൽ അവർ എഴുന്നേറ്റിരുന്നെങ്കിൽ ക്രിസ്തു ആദ്യഫലമാകത്തില്ല. അവർ വീണ്ടും മരിച്ചു. ലാസറും ഒക്കെ മരിച്ചു. എന്നാൽ കർത്താവാണ് മരണത്തെ അതിജീവിച്ച് ആദ്യഫലമായി പുനരുത്ഥാനം പ്രാപിച്ചത്. പക്ഷെ ഒരു സത്യം ഓർത്തി, ഈ ആദ്യത്തെ കറ്റ കൊയ്തപ്പോൾ വേറെ ഒരു സത്യം കൂടെ ഉണ്ട്. ഇതേ രീതിയിലുള്ള കറ്റകൾ കൊയ്യാൻ കിടക്കുകയാണ്. ഈ വയലിൽ കൊയ്യാൻ കിടക്കുകയാണ്. വലിയൊരു കൊയ്ത്തിന് വേണ്ടി ഈ വയല് വിളഞ്ഞു കിടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്. നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം വീണ്ടും എടുത്താട്ടെ. അവിടെ നമ്മൾ 20-ാം വാക്യം, ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഫസ്റ്റ് ഫ്രൂട്ട്. ആദ്യഫല കറ്റ ക്രിസ്തുവാണ്. ആദ്യം പുനരുത്ഥാനം പ്രാപിച്ചത് കർത്താവാണ്. ഈ കർത്താവിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ കറ്റ കൊയ്തപ്പോൾ ഇതുപോലെയുള്ള കറ്റകൾ ഇനി കൊയ്യാനുണ്ട്. This is only a sample. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ് നമുക്ക് പുനരുത്ഥാനം ഉണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? ഇവിടെ വായിക്കുന്നു അതിൻ്റെ 23-ാം വാക്യം, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിൽ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിൽ. എന്നാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓരോരുത്തൻ 23 ഓരോരുത്തൻ, യെസ്, എവ്രി മാൻ ഇൻ ഹിസ് ഓൺ ഓർഡർ. പുനരുത്ഥാനത്തിന് ഒരു ഓർഡറുണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ചല്ല പുനരുത്ഥാനം പ്രാപിക്കുന്നത്. ഓരോരുത്തൻ താൻ താൻ്റെ നിരയിൽ. അതൊരു പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് എവറി മാൻ ഇൻ ഹിസ് ഓൺ ഓർഡർ. ആ ഓർഡർ അനുസരിച്ച് പട്ടാളത്തിൽ അവരെ മുന്നോട്ട് മാർച്ച് ചെയ്യുന്ന പോലെ പുനരുത്ഥാനത്തിൽ ഒരു ഓർഡറുണ്ട്. ആ ഓർഡർ ഒന്ന് നോക്കിയാട്ടെ. ഈ ഓർഡർ നമ്മൾ ഓർക്കണം. ആദ്യ ഫലം ക്രിസ്തുവാണ്, പിന്നെ ക്രിസ്തുവിനുള്ളവരാണ്. എല്ലാവരും
ഒന്നിച്ച് പുനരുത്ഥാനം പ്രാപിക്കില്ല. ലോകത്തിൽ പലരും ക്രിസ്ത്യാനികൾ പോലും ചിന്തിക്കുന്നത് കർത്താവ് വന്ന് എല്ലാവരെയും പുനരുത്ഥാനം പ്രാപിപ്പിച്ചിട്ട് നീതിമാന്മാരെ അംഗീകരിക്കും, ദുഷ്ടന്മാരെ നരകത്തിലേക്ക് തള്ളിക്കളയും. അങ്ങനെയല്ല ബൈബിള് പഠിപ്പിക്കുന്നത്. ബൈബിള് അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നുണ്ട് 2 പുനരുത്ഥാനമുണ്ട്. ഒന്നാം പുനരുത്ഥാനമുണ്ട്, 2ാം പുനരുത്ഥാനമുണ്ട്. ഒന്നാം പുനരുത്ഥാനം അത് നീതിമാന്മാരുടെ പുനരുത്ഥാനമാണ്. 2ാമത്തെ പുനരുത്ഥാനം ദുഷ്ടന്മാരുടെ പുനരുത്ഥാനമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിച്ചതാണ്, വീണ്ടും എടുത്ത് വായിക്കുന്നില്ല. എന്നാൽ നമ്മൾ തിരുവചനത്തിൻ്റെ ഒരു പഠനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും, ഒന്നാം പുനരുത്ഥാനം 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് നടന്നിരിക്കും. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടാണ് 2ാമത്തെ പുനരുത്ഥാനം നടക്കുന്നത്. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ നീതിമാന്മാരുമാണ്, വിശുദ്ധന്മാരുമാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. അവിടെ 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നോക്കിയാട്ടെ. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടൊപ്പമാണ്. അതായത് മഹോപദ്രവ കാലഘട്ടത്തിൽ മരിച്ചുപോയവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. മരിച്ചവർക്ക് ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഒന്നാം പുനരുത്ഥാനം, ഇത് ഒന്നാം പുനരുത്ഥാനം. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അവൻ്റെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. അപ്പോൾ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരുമാണ്, വിശുദ്ധന്മാരുമാണ്. 2ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരുമല്ല, വിശുദ്ധന്മാരുമല്ല. അപ്പോൾ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്. നമ്മൾ കണ്ടു ഈ ഒന്നാം പുനരുത്ഥാനം കൊരിന്ത്യർ നമ്മൾ വായിച്ചത് എന്താ? ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ ഓരോരുത്തൻ താൻ്റെ നിരയിൽ പുനരുത്ഥാനം പ്രാപിക്കും. There is an order in the resurrection. ഈ ഓർഡർ നമുക്കൊന്ന് ഓടിച്ച് മനസ്സിലാക്കാം. നമ്മൾ കണ്ടു ആദ്യ ഫലം ക്രിസ്തുവാണ്. ഫസ്റ്റ് ഫ്രൂട്ട് ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തുവാണ് ആദ്യ ഫലമായി പുനരുത്ഥാനം പ്രാപിച്ചത്. 2ാമത് പുനരുത്ഥാനം പ്രാപിക്കുന്നത് ആരാണ്? 2ാമത് പുനരുത്ഥാനം പ്രാപിക്കുന്നത്, കൊയ്തെടുക്കുന്നത് പുതിയ നിയമ സഭയാണ്. ഇവിടെ ചില സംശയങ്ങളുണ്ട്. പഴയ നിയമ ഭക്തന്മാരും അന്ന് പുനരുത്ഥാനം പ്രാപിക്കില്ലയോ എന്ന് ചിലർ സംശയിക്കുന്നുണ്ട്. നമുക്ക് വളരെ വ്യക്തമായി ബൈബിളിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. അതായത് പഴയ നിയമ വിശുദ്ധന്മാർ സഭയോട് ചേർന്ന് പുനരുത്ഥാനം പ്രാപിക്കില്ല. പുനരുത്ഥാനത്തിന് ഒരു ഓർഡർ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു. ആ ഓർഡർ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ആ ഓർഡർ നമുക്ക് പുനരുത്ഥാനത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് കൊണ്ട് ആ ഓർഡർ നമുക്കൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് നോക്കാം. നോക്കുക, ഒന്നാം പുനരുത്ഥാനം നമ്മുടെ കർത്താവാണ്. അതിലൊന്നാമത്തെ ഫലം ഫസ്റ്റ് ഫ്രൂട്ട്, അതായത് ഫസ്റ്റ് റിസറക്ഷനിൽ ഫസ്റ്റ് ഫ്രൂട്ട് ആദ്യമായി പുനരുത്ഥാനം പ്രാപിച്ചത് കർത്താവാണ്. പിന്നീടാണ് കർത്താവിനുള്ളവർ പുനരുത്ഥാനം പ്രാപിക്കുന്നത്. ആരാണ് പിന്നീട് പുനരുത്ഥാനം പ്രാപിക്കുന്നത്? നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും, നമുക്കറിയാവുന്ന വാക്യമാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പുനരുത്ഥാനം പ്രാപിക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആരാണ് കർത്താവിൻ്റെ 2ാം വരവിൽ പുനരുത്ഥാനം പ്രാപിക്കുന്ന കൂട്ടർ? ക്രിസ്തുവിൽ മരിച്ചവർ. ക്രിസ്തുവിൽ മരിച്ചവർ ആരാണ്? ഈ ക്രിസ്തുവിൽ മരിച്ചവർ പുതിയ നിയമസഭയാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം, കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ വരവിനെ കുറിച്ച് പറയുകയാണ്. കർത്താവിൻ്റെ ആ വാക്കുകളിൽ അതിൻ്റെ 20-ാം വാക്യം, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്നറിയും. ഐ ഇൻ യു ആൻഡ് യു ഇൻ മീ. ക്രിസ്തുവിൽ
മരിക്കുന്നവർ. ഐ ഇൻ യു ആൻഡ് യു ഇൻ മീ, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്ന് അന്നറിയും എന്ന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ. ഒരു വാക്യം കൂടെ വായിക്കാം. 1 യോഹന്നാൻ 4:13 വായിച്ചാട്ടെ. 1 യോഹന്നാൻ 4-ാം വാക്യം. 1 യോഹന്നാൻ 4:13. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. യെസ്, യോഹന്നാൻ്റെ സുവിശേഷം 14:20 വാക്യത്തിൽ കണ്ടത് ആത്മാവ് വരുമ്പോൾ അന്ന് ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും. 1 കൊരിന്ത്യർ 12:13 വളരെ വ്യക്തമായി നമുക്കറിയാം. ആത്മസ്നാനം യഹൂദന്മാരോ യവനന്മാരോ സ്വതന്ത്രന്മാരോ ദാസന്മാരോ നമ്മളെ ആത്മസ്നാനത്താൽ ഏക ശരീരമാക്കി. We are being made the body of Christ. ക്രിസ്തു ശിരസ്സും നമ്മൾ ശരീരവുമായി മാറി, നമ്മളെ കർത്താവിലാക്കി മാറ്റി. ഇതൊക്കെ സാധിച്ചത് ആത്മസ്നാനത്താല. ഇനി ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. ആത്മസ്നാനം പുതിയ നിയമസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. മറ്റ് യുഗങ്ങളിലൊക്കെ ആത്മാവിൻ്റെ പരിവർത്തനങ്ങളും ആത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. ആത്മാവിൻ്റെ വ്യത്യസ്തമായ ശുശ്രൂഷകൾ പഴയ നിയമത്തിലുമുണ്ട്, 1000 ആണ്ട് വാഴ്ചയിലുമുണ്ട്. വരുന്ന യുഗത്തിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കാണാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, ആത്മസ്നാനം ഒരു യുഗത്തിലേ ഉള്ളൂ. അത് പുതിയ നിയമസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. ഈ ആത്മസ്നാനത്താൽ നാം ക്രിസ്തുവിൻ്റെ ശരീരമായി മാറി. കർത്താവിൻ്റെ വാക്ക് കണ്ടോ? അന്ന് ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമെന്ന് അന്നറിയും. ആത്മാവ് വരുമ്പോൾ നാം യോഹന്നാന്റെ ലേഖനത്തിൽ എന്താ വായിച്ചത്? നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നെന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. എൻ്റെ സഹോദരന്മാരെ, ക്രിസ്തുവിൽ എന്ന വാക്ക് പുതിയ നിയമസഭയ്ക്ക് ഒക്കുള്ളൂ. നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലം. രണ്ടാമത്, കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ പുതിയ നിയമസഭ പുനരുദ്ധാനം പ്രാപിക്കും. അപ്പോൾ ഒരു ഡൗട്ടുണ്ട്, പഴയ നിയമഭക്തന്മാർ അവരുടെ കൂടെ പുനരുദ്ധാനം പ്രാപിക്കില്ലേ? ഇല്ല, പ്രാപിക്കില്ല. പഴയ നിയമഭക്തന്മാർ പുനരുദ്ധാനം പ്രാപിക്കുന്നത് എപ്പോഴാണ്? ഞാൻ 2-3 വാക്യം ഒന്ന് എടുത്തോട്ടെ. ഇത് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. പുതിയ നിയമസഭയോട് ചേർന്ന് പഴയ നിയമവിശുദ്ധന്മാർ പുനരുദ്ധാനം പ്രാപിക്കുമെന്നൊരു സംശയമുണ്ട്. ഇല്ല എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. 1 ദാനിയേലിന്റെ പുസ്തകം ഒന്ന് എടുത്താട്ടെ. ദാനിയേലിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം. അക്കാലത്ത് നിന്റെ സ്വജാതിക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. നമുക്കറിയാം, അത് മഹോപദ്രവ കാലഘട്ടമാണ്. മത്തായി 24:21 യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടമുണ്ടാകും. ഇവിടെ അതാണ് രേഖപ്പെടുത്തിയത്. ഒരു ജാതി ഉണ്ടായതു മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം. മത്തായി 24:21 കർത്താവ് പറഞ്ഞു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം. ജെരമ്യാവിൻ രേഖപ്പെടുത്തി. ജെരമ്യാവ് 30:7 നമ്മൾ വായിക്കുന്നുണ്ട്, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം വലുതായ കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം. അതുപോലെ തുലനം ചെയ്യുവാൻ വേറെ ഒരു സമയവുമില്ല. ഇത് യാക്കോബിൻ്റെ കഷ്ടകാലം, മഹാകഷ്ടം, മഹോപദ്രവ കാലഘട്ടം, അന്തിക്രിസ്തു തേർവാഴ്ച നടത്തുന്ന കാലഘട്ടം, യഹൂദനെ കൊല്ലുന്ന കാലഘട്ടം. സക്രിയാവിൻ്റെ പ്രവചനത്തിൽ വായിക്കുന്നു, 2 യഹൂദനെ കൊന്നുകളയും. 2ാം ലോകയുദ്ധകാലത്ത് 90 ലക്ഷം യഹൂദന്മാർ യൂറോപ്പിലുണ്ടായിരുന്നു. 60 ലക്ഷത്തെ കൊന്നുകളഞ്ഞു. ഇനിയും സംഭവിക്കുന്നത്, മഹോപദ്രവ കാലഘട്ടത്തിൽ 2 യഹൂദനെ കൊന്നുകളയും. 1 ശേഷിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ വായിക്കുന്നു, അന്ന് അവർക്കൊരു രക്ഷയുണ്ട്. ആ ഭാഗം നോക്കിയേ, 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ, ദാനിയേൽ 12-ന്റെ 1-ാം വാക്യത്തിൻ്റെ അവസാനം, അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും.
പുനരുത്ഥാനം അവിടെ പറഞ്ഞിരിക്കുക. എന്നാൽ ഒരു കാര്യം ഒന്ന് നോക്കിയേ, രക്ഷ പ്രാപിക്കും ഇംഗ്ലീഷ് ബൈബിളിൽ എങ്ങനെയാണ്? ഡെലിവറൻസ് എന്നാണ്. പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും ഡെലിവറൻസ്, വിടുതൽ കിട്ടും. ഈ അന്തിക്രിസ്തുവിൻ്റെ തേർവാഴ്ചയിൽ യഹൂദനിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഡെലിവറൻസ് കിട്ടും. അവർക്ക് ഡെലിവറൻസ് കിട്ടുന്ന എപ്പോഴാ? യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. വളരെ വ്യക്തമായി പുതിയ നിയമത്തിൽ വായിക്കുന്നു, കർത്താവിൻ്റെ മടങ്ങിവരവിലാണ് യഹൂദന് ഡെലിവറൻസ്, വിടുതൽ കൊടുക്കുന്നത്. അവൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അന്തിക്രിസ്തുവിനെ ഒടുക്കിക്കളയും. അവൻ ജീവനോടെ അന്തിക്രിസ്തുവിനെ കള്ളപ്രവാചനം പിടിച്ച് ഗന്ധം കത്തുന്ന പൊയ്കയിലിടും. യഹൂദന് വേണ്ടി കർത്താവ് പോരാടും. അവനൊരു വിടുതൽ കിട്ടും. ആ വിടുതല് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. ആ മഹത്വ പ്രത്യക്ഷത സമയത്താണ് പൊടിയിൽ കിടക്കുന്ന നിദ്ര പ്രാപിച്ചവർ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ യഹൂദന് പറഞ്ഞിരിക്കുന്ന പുനരുത്ഥാനം ഡെലിവറൻസിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വിടുതൽ കിട്ടുന്ന സമയത്താണ്. അത് മഹത്വ പ്രത്യക്ഷതയിലാണ്. തീർന്നില്ലേ? നമുക്ക് വീണ്ടും നോക്കാം. യെശയ്യാപ്രവചനം 26-ാം അധ്യായം എടുത്തേ. യെശയ്യാപ്രവചനം 26-ാം അധ്യായം നമ്മൾ വായിച്ചതാണ് ഒരു വാക്യം. അവിടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന വാക്ക് നോക്കിയാട്ടെ. 19-ാം വാക്യം, 26-19. നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിന് മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. നമുക്ക് തീർത്തും അറിയാം അത് പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. എൻ്റെ മൃതന്മാർ ജീവിക്കും. എന്നാൽ അടുത്ത വാക്യം നോക്കിയേ. എൻ്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്ത് നിതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. നിന്നിലുള്ള ഹതന്മാരെ ഇനി മൂടി വെക്കില്ല. അവിടെ പുനരുത്ഥാനം പറയുമ്പോൾ അവരോട് പറയുന്നത് എന്താ? ക്രോധം കടന്നു പോകുവോളം അല്പകാലം കൂടെ ഒളിച്ചിരിക്കണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ യാക്കോബിനൊരു കഷ്ടകാലമുണ്ട്, മഹോപദ്രവ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഇവിടെ പുനരുത്ഥാനം പറഞ്ഞിരിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം എടുക്കുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 19 തോന്നുന്നു. അതെ, 19 അതിൻ്റെ 25-ാം വാക്യം നോക്കിക്കാട്ടെ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ സഹിതനായി എന്നുള്ളതാണ് കറക്റ്റ്. ദിസ് ഇൻ മൈ ഫ്ലഷ് ഐ ഷാൽ സീ ഗോഡ്. എപ്പോഴാണ്? ഒടുവിൽ പൊടിമേൽ നിൽക്കുമ്പോൾ. He shall stand at last on the earth. He shall stand at last on the earth, and after my skin is destroyed, I know that in my flesh I will see God. മധ്യാകാശത്തിൽ പോയി കാണുമെന്നല്ല പറഞ്ഞത്. പഴയ നിയമത്തിൽ ആ വിശുദ്ധനായ ഇയ്യോബ് പറയുന്നത്, കർത്താവ് പൊടിമേൽ വന്ന് നിൽക്കുമ്പോൾ, ഭൂമിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തോടെ എഴുന്നേറ്റവനെ കാണും. ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിച്ചു. വിടുതലും പുനരുത്ഥാനവും കൂടെ ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വിടുതൽ കിട്ടുന്നത് അവരുടെ കർത്താവിൻ്റെ മടങ്ങി വരവിലാണ്, മശിഹയുടെ വരവിലാണ്, യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അപ്പോൾ വിടുതൽ കിട്ടും. യെശയ്യാപ്രവചനം 26-ൽ നമ്മൾ കണ്ടു, ക്രോധം കടന്നുപോയ ശേഷമാണ് പുനരുത്ഥാനം. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ആദ്യ ഫലമായി ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. 2, ക്രിസ്തുവിൽ മരിച്ച പുതിയ നിയമസഭയുടെ പുനരുത്ഥാനം, അവൻ്റെ 2-ാം വരവിൽ, മധ്യാകാശ വരവിൽ. 3, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം. ഒരു കൂട്ടരൂടെയുണ്ട്. വെളിപാട് പുസ്തകം 20-ാം അധ്യായം നോക്കിയാട്ടെ. 4-ാമത്തെ കൂട്ടരെ കുറിച്ച് വായിക്കുന്നു. റെവലേഷൻ ചാപ്റ്റർ 20. അവിടെ മഹോപദ്രവ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവരുണ്ട്. 4-ാം വാക്യം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു,
അവരിയ്ക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മഹോപദ്രവ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവർ കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭത്തിൽ പുനരുത്ഥാനം പ്രാപിച്ച് അവനോടുകൂടെ അവർ വാഴും. ഇവിടെ വായിക്കുന്നു, ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവര് ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അപ്പോൾ 4 കൂട്ടരെ കുറിച്ച് നമ്മൾ വായിച്ചു. ഈ ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ ആദ്യ ഫലം ക്രിസ്തുവാണ്. രണ്ടാമത് പുതിയ നിയമസഭയാണ്. മൂന്നാമത് പഴയ നിയമ വിശുദ്ധന്മാരാണ്. 4ാമത് മഹോപദ്രവ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവരാണ്. ഈ കൂട്ടരെ എല്ലാം കൂടെ ചേർത്ത് ഒന്നാം പുനരുത്ഥാനം. ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. ഇത് 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് നടക്കും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഈ ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ പ്രോഗ്രാം തീരും. ശേഷമുള്ളവർ, നമ്മളിവിടെ വായിക്കുന്നു, ശേഷമുള്ളവർ, മരിച്ചവർ ശേഷമുള്ളവർ, അതിൻ്റെ 5-ാം വാക്യം, മരിച്ചവർ, വെളിപ്പാട് ദിവസം 20:5, മരിച്ചവർ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. പിന്നീട് അവർ ജീവിക്കുന്നത് നമ്മൾ 11-ാം വാക്യം തുടങ്ങി വായിക്കുന്നു. ഞാൻ വെള്ളസിംഹാസനം കണ്ടു, മരിച്ചാപാലവൃദ്ധം അവിടെ നിൽക്കുന്നത് കണ്ടു. അവർ ആരാണ്? അവർ വിശുദ്ധന്മാരുമല്ല, അവർ ഭാഗ്യവാന്മാരുമല്ല. അത് പാപികളുടെ പുനരുത്ഥാനമാണ്. ഇവരുടെ പുനരുത്ഥാനം നടക്കുന്നത് എപ്പോഴാണ്? ഇവരുടെ പുനരുത്ഥാനം നടക്കുന്നത് 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോഴാണ്. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ. ഇങ്ങനെ നമ്മൾ ഓർത്തതുപോലെ ഈ പുനരുത്ഥാനം 2 പുനരുത്ഥാനമാണ്. ആ 2 പുനരുത്ഥാനത്തിൽ നമ്മുടെ കർത്താവ് ആദ്യഫലമായി പുനരുത്ഥാനം പ്രാപിച്ചു. ആ കർത്താവിൻ്റെ ഒന്നാം പുനരുത്ഥാനത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ കഴിയും. പക്ഷേ ഞാൻ ആ ഭാഗത്തിലേക്ക് ഒരുപാട് പോകുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ മഹാപൗരോഹിത്യം ആരംഭിക്കുന്നത് പുനരുത്ഥാന ശേഷമാണ്. നമ്മൾ ഓരോരുത്തരും അവനവന് ദൈവം വെച്ചിരിക്കുന്ന ഓർഡറിൽ പുനരുത്ഥാനം പ്രാപിക്കും. ഇനിയും ഈ കൊരിന്ത്യരുടെ ഇടയിലുണ്ടായിരുന്ന വലിയൊരു സംശയം, എന്താണ് ആ സംശയം എന്നറിയാമോ? പുനരുത്ഥാനം പ്രാപിക്കുന്ന കാര്യം അവർ സംശയിച്ചു. അവർ സംശയിച്ചപ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം വീണ്ടും ഒന്ന് നോക്കിയാട്ടെ. അവർ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. 1 കൊരിന്ത്യർ 15. പൗലോസ് ഈ 2ാമത്തെ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്. 2ാമത്തെ ചോദ്യം അതിൻ്റെ 35-ാം വാക്യം, 1 കൊരിന്ത്യർ 15:30. പക്ഷേ ഒരുത്തൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നെന്നും ഏതുവിധ ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. എങ്ങനെ ഉയർക്കും? ഏതുവിധം ശരീരത്തോടെ ഉയർക്കും? സെക്കൻഡ് ക്വസ്റ്റ്യൻ അതാണ്. ഇവിടെ പൗലോസ് നമുക്കറിയാം ഒരു നല്ല വേദ ടീച്ചറാണ്. അദ്ദേഹം വളരെ ഫിലോസഫിക്കലി ആർഗ്യൂ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. താത്വികമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ ഈ ചോദ്യത്തിന് താൻ മറുപടി കൊടുക്കുന്നത് രസകരമായ ഒരു 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 വിധത്തിലാണ്. താൻ അതോടുള്ള ബന്ധത്തിൽ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഓർക്കണം, അതിൻ്റെ ഈ ശരീരം കർത്താവ് വിലയ്ക്ക് വാങ്ങിയത്. അതുകൊണ്ടാണ് ഞാനൊരു കാര്യം സന്ദർഭോചിതമായെന്ന് പറഞ്ഞോട്ടെ. ഈ ശരീരം നമ്മൾ ഓർക്കണം, വിലയുള്ളതാണ്. ഈ ശരീരം വിലയുള്ളത് കൊണ്ടാണ് നമ്മുടെ കർത്താവ് ഈ ശരീരം എടുത്ത് നമ്മുടെ ശരീരത്തെ നമ്മളെ വീണ്ടെടുക്കാൻ, പൂർണ്ണമായി വീണ്ടെടുക്കാൻ തയ്യാറായത്. ഈ ശരീരം വിലയുള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ നിവാസമാക്കി ഈ ശരീരത്തെ തീർത്തത്. ഈ ശരീരം വിലയുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ അവൻ വസിപ്പാൻ ഇടയാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് പഴയ നിയമ കാലത്ത് ദൈവം ഒരു പ്രമാണം കൊടുത്തു. ലേവ്യ പുസ്തകം 19:28 വാക്യം വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 19:28 വളരെ വ്യക്തമായി പറയുന്നു, ശരീരത്തിൽ ടാറ്റു കുത്തരുത്. ഇന്ന് കണ്ടോ, ടി വിയിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, സെലിബ്രിറ്റീസും സ്പോർട്സ്മാന്മാരും എല്ലാം ഈ ടാറ്റു കുത്തിയിരിക്കുക അദ്ദേഹത്ത്. എന്നാൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ ടാറ്റു കുത്തരുതെന്ന് പറഞ്ഞത്? ഈ ശരീരം കർത്താവിൻ്റെതാണ്.
ഈ ശരീരം വികൃതമാക്കുവാൻ പാടില്ല. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കരുത്, ശരീരത്തിൽ ടാറ്റു കുത്തരുത്. ശരീരത്തെ വികൃതമാക്കാൻ പഴയ നിയമത്തിൽ ദൈവം യഹൂദനെ അനുവദിച്ചില്ല. ഈ ശരീരം കർത്താവിനുള്ളതാണ്. എൻ്റെ സഹോദരന്മാരെ, നമ്മൾ വളരെ വ്യക്തമായി വായിക്കുന്നു, ഈ ശരീരം കർത്താവിൻ്റെ മടങ്ങിവരവിൽ ഇവിടെ ചോദിച്ചു, മരിച്ചവൻ എങ്ങനെ ഉയർക്കും, ഏതുവിധം ശരീരത്തോടെ ഉയർക്കും? നമ്മൾ ഓർക്കണം, കർത്താവിനെ കാണുമ്പോൾ ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം. നമ്മൾ കർത്താവിനെ കാണുമ്പോൾ അവനൊരു ശരീരം എടുത്തത് ഈ ശരീരത്തിന് വിലയുള്ളത് കൊണ്ടാണ് ഈ ശരീരം എടുത്തത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. മാത്രമല്ല, ഈ ശരീരത്തിൽ എടുത്ത് ഈ കർത്താവ് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് മരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, മരിച്ച ശേഷം ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയപ്പോൾ, ഞാൻ ഒരു വാക്യമൊന്ന് ഓർപ്പിച്ചോട്ടെ. 2 കൊരിന്ത്യർ 5-ന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ 2 കൊരിന്ത്യരാണ്, ക്ഷമിക്കണേ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 5-ാം വാക്യം, ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നു. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോകുന്നു. ശരീരത്തിൻ്റെ ആ അഴിഞ്ഞു പോകുന്ന മരണത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ, ഈ ശരീരത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ആത്മാവിനെ 5-ാം വാക്യത്തിൽ അച്ചാരമായി, ഇംഗ്ലീഷിൽ വായിച്ചാൽ എ ഡൗൺ പേയ്മെൻറ്റ്, ആൻ ഏണസ്റ്റ്, എ ഗ്യാരണ്ടി. അതായത് ഒരു വ്യാപാരം കഴിഞ്ഞിട്ട് ഒരു ഡൗൺ പേയ്മെൻറ്റ്, ബാക്കി കൂടെ മേടിച്ചു കൊള്ളാം എന്നതിൻ്റെ ഉറപ്പായി നൽകിയ ഡൗൺ പേയ്മെൻ്റ് ആണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഉറപ്പിനാണ്. ഡൗൺ പേയ്മെൻറ്റ് ദൈവം തന്നിരിക്കുന്ന ഏണസ്റ്റ്, ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ അച്ചാരമായി തന്നിരിക്കുകയാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ തന്നപ്പോൾ നമ്മളിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചു, അവനതിനെ തികയ്ക്കും. വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുന്നത് ഈ ശരീരം കൂടെ വീണ്ടെടുത്ത് കഴിയുമ്പോഴാണ്. വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുന്നത് ഈ ശരീരം കൂടെ വീണ്ടെടുത്ത് കഴിയുമ്പോഴാണ് വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുന്നത്. ഇവിടെ കൊരിന്ത്യരിൽ ചോദിച്ചു, ഹൗ ആർ ദ ഡെഡ് റേസ്ഡ്, വാട്ട് കൈൻഡ് ഓഫ് ബോഡി, ഏത് വിധമായ ശരീരത്തോടെയാണ്. ഇനിയും ആ ഭാഗം കൂടെ ശേഷിക്കുന്ന സമയം നമുക്കൊന്ന് ചിന്തിക്കാം. വാട്ട് കൈൻഡ് ഓഫ് ബോഡി? നമ്മൾ വളരെ വ്യക്തമായി 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം. നമ്മൾ ഏത് ശരീരത്തോടെ പുനരുത്ഥാനം പ്രാപിക്കും, അല്ലെങ്കിൽ പുനരുത്ഥാനത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. നമ്മുടെ കർത്താവിനെ പോലായി മാറും. വിൽ ബി ലൈക്ക് ഹിം. നമ്മളെ കർത്താവിനെ പോലായി മാറും. സങ്കീർത്തനങ്ങൾ 17-ൽ ഇതേ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് എടുത്തോട്ടെ. അവിടെ സങ്കീർത്തനക്കാരൻ്റെ ആശ്വാസം ആ വാക്യത്തിൽ കാണാനായിട്ട് കഴിയും. സങ്കീർത്തനം 17-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 14-ഉം 15-ഉം വാക്യം നോക്കിയാട്ടെ. തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്നെ വിടുവിക്കണമേ, അവരുടെ ഓഹരി ആയുസ്സിലത്രേ. ഇംഗ്ലീഷിൽ വായിച്ചാൽ men of the world who have their portion in this world. ലോകമനുഷ്യന്റെ ഓഹരി ഈ ആയുസ്സിലാണ്. men of the world who have their portion in this world. എന്നാൽ ആ സങ്കീർത്തനക്കാരൻ പറയുന്ന നോക്കിയാട്ടെ 15-ാം വാക്യം, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാൻ ഉണരുന്നൊരു ദിവസമുണ്ട്, അന്ന് ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നാം അവനെ കാണുമ്പോൾ അവനെ പോലെ ആയി മാറും. ലോകമനുഷ്യന്റെ ഓഹരി ആയുസ്സിലാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് നാം കർത്താവിനെ കാണുമ്പോൾ അവനെ പോലായി മാറും.
നമുക്കറിയാം, ഫിലിപ്പ് ലേഖനത്തിൽ നമുക്ക് വളരെ പരിചയമുണ്ട്. നമ്മുടെ ഫിലിപ്പ് ലേഖനത്തിൽ വായിക്കുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഫിലിപ്പ് ലേഖനം 3:20-21 നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ രൂപാന്തരപ്പെടുത്തും, സ്വർഗത്തിന് വസിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തിയെടുക്കും. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും മനോഹരമായ കാര്യം, യേശുക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ച് 40 ദിവസം ഈ ഭൂമിയിലുണ്ടായിരുന്നു. ഈ പുനരുദ്ധാനം പ്രാപിച്ച് 40 ദിവസം അവനിവിടെ ഉണ്ടായിരുന്നു റിസറക്ഷൻ ബോഡിയിൽ. ഈ റിസറക്ഷൻ ബോഡിയിൽ കർത്താവ് എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും വെളിപ്പെടുത്തിയില്ല. ഒരു കാര്യം ഓർക്കണം, കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ച ശേഷം ഒരു അവിശ്വാസി പോലും കർത്താവിനെ കണ്ടില്ല, പ്രത്യക്ഷപ്പെട്ടില്ല. അവൻ തൻ്റെ ജനത്തിന് മാത്രമേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. മാത്രമല്ല, അവൻ പ്രത്യക്ഷപ്പെട്ടത് ഒരു കൂട്ടം ജനത്തിന് വേണ്ടി മാത്രം, താന് തെരഞ്ഞെടുത്തവർക്ക് വേണ്ടി മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ 40 ദിവസം കർത്താവിൻ്റെ പുനരുത്ഥാന ശരീരം ആളുകൾ കണ്ടപ്പോൾ, അവൻ്റെ ശിഷ്യന്മാർ കണ്ടപ്പോൾ അവർ സംശയിച്ചു. ഇവന് ഭൂതമാണെന്നൊക്കെ പറഞ്ഞു പേടിച്ചുപോയി. എന്നാൽ കർത്താവ് പറഞ്ഞൊരു വാക്ക് ലൂക്കോസ് 24:39 ഞാൻ പലപ്പോഴും അത് ഓർക്കും. ലൂക്കോസ് 24:39 കർത്താവ് പറഞ്ഞ വാക്ക്, ശിഷ്യന്മാരോട് പറഞ്ഞ വാക്ക് നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 24:39 വാക്യം. ഞാൻ തന്നെയാകുന്നു എന്ന് കൈയും കാലും നോക്കി അറിവിൻ. ഞാൻ തന്നെയാണ്. ഇറ്റ് ഈസ് ഐ മൈസെൽഫ്. നിങ്ങളുടെ കൂടെ ഞാൻ 3.5 വർഷം ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാണിത്. നിങ്ങൾ എൻ്റെ കൈയും കാലും ഒക്കെ ഒന്ന് തൊട്ടു നോക്ക്. ബിഹോൾഡ് മൈ ഹാൻഡ്സ് ആൻഡ് മൈ ഫീറ്റ്, ഇറ്റ് ഈസ് ഐ മൈസെൽഫ്. ഹാൻഡിൽ മീ, ടച്ച് മീ. അപ്പോൾ പുനരുത്ഥാനത്തിൽ തൊട്ടു നോക്കാൻ കഴിയും. പുനരുത്ഥാനത്തിൽ ആ ശരീരമുണ്ട്, ആ ശരീരത്തെ തൊട്ടു നോക്കാൻ കഴിയും. നിങ്ങൾ തൊട്ടു നോക്കാനായിട്ട് കർത്താവ് പറഞ്ഞു. പിന്നെ രണ്ടാമത് കർത്താവ് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് ചോദിച്ചു, അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൈ ഇങ്ങോട്ട് ഇട്ട് എൻ്റെ വിലാപ്പുറത്ത് ഈ മുറിവൊക്കെ ഒന്ന് കാണാൻ പറയുന്നുണ്ട്, പരിശോധിക്കാൻ സംശയിച്ചപ്പോൾ. അപ്പോൾ ആ ശരീരം തൊട്ട് അറിയാനായിട്ട് സാധിക്കും. രണ്ടാമതൊരു കാര്യം, ഈ 24-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ആ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, തിന്നാൻ വല്ലതും ഇവിടെ ഉണ്ടോ? നിങ്ങളുടെ പക്കൽ വല്ലതും ഉണ്ടോ? പുനരുദ്ധാന ശരീരത്തിൽ ഭക്ഷിക്കാൻ കഴിയുമോ? കർത്താവ് വറുത്തമീനും തേൻകട്ടയും മേടിച്ച് ഭക്ഷിക്കുന്നുണ്ട്. ഭക്ഷിക്കാൻ കഴിയും. ഭക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായി 26:29 പറഞ്ഞു, സ്വർഗരാജ്യത്ത് നിങ്ങളോട് കൂടെ ഇനി കുടിക്കുന്ന നാൾ വരെ മുന്തിരിയുടെ അനുഭവം ഞാൻ അനുഭവിക്കത്തില്ല. അപ്പോൾ സ്വർഗത്തിൽ മുന്തിരിയുടെ ചാറ് കുടിക്കും, ഭക്ഷിക്കാൻ കഴിയും. സ്വർഗത്തിൽ നമുക്കറിയാം 3 ലോകമുണ്ടെന്ന് നമുക്കറിയാം. സ്വർലോകം, ഭൂലോകം, അധോലോകം. ഇംഗ്ലീഷിൽ വായിച്ചാൽ those who are in heaven, those who are on earth and those who are under earth. അനേക ഗോളങ്ങളുണ്ടെങ്കിലും ബൈബിള് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ 3 ലോകത്തിലെ മനുഷ്യനുള്ളൂ. മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയരത്തിൽ സ്വർഗത്തിലുണ്ട്, വേറൊരു കൂട്ടർ താഴെ പാതാളത്തിലുണ്ട്. നാമൊക്കെ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഈ 3 പ്രതലത്തിലെ മനുഷ്യനുള്ളൂ. സ്വർലോകം, ഭൂലോകം, അധോലോകം. ഈ സ്വർലോകം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഞാനിരുന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, മന്ന കൊടുത്തത് സ്വർഗത്തിൽ നിന്നാണ്. മന്ന കൊടുത്തത് സ്വർഗത്തിൽ നിന്നാണ്. കർത്താവ് പറഞ്ഞു, വാക്യങ്ങൾ എടുക്കുന്നില്ല, ഇത് ദൂതന്മാരുടെ ആഹാരമാണ്. അവ സ്വർഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഈ ഭൂമിയിൽ കൃഷികളൊക്കെ ഉള്ളതുപോലെ സ്വർഗത്തിൽ ഈ മന്നയൊക്കെ ഉണ്ട്, അവിടെ ഭക്ഷണമുണ്ട്. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ പുനരുത്ഥാന ശരീരത്തിൽ അവൻ മീനും തേൻകട്ടയും ഭക്ഷിച്ചതായി നമുക്കറിയാം. അവനെ തൊട്ടു നോക്കുവാൻ പറഞ്ഞപ്പോൾ അവന് ശരീരമുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അവൻ തന്നെ പറഞ്ഞു, സ്വർഗരാജ്യത്ത് നിങ്ങളോട് കൂടെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം അനുഭവിക്കും വരെ ഇനി അത് കുടിക്കില്ല. അവിടെ കുടിക്കും, സ്വർഗത്തിൽ വീഞ്ഞു കുടിക്കും എന്നുള്ളത് അവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. വീണ്ടും നമ്മൾ വായിക്കുന്നു,
യോഹന്നാന്റെ സുവിശേഷം ലൂക്കോസ് 24:15 വാക്യം നോക്കിയാട്ടെ. 24:15 വാക്യം അവിടെ വായിക്കുന്നുണ്ട്. സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുദാനം അടുത്ത് എന്ന് അവരോട് ചേർന്ന് നടന്നു. 31 ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവൻ അവരെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. 36 വാക്യം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു. പുനരുത്ഥാനം പ്രാപിച്ച കർത്താവ് 1 മിനിറ്റ് ഇവിടെ നിൽക്കുന്നു, അടുത്ത നിമിഷം അപ്പുറത്ത്, അടുത്ത നിമിഷം ഇവിടെ. സ്ഥലത്തിന് അതീതനായി അവന് യാത്ര ചെയ്യുവാനായിട്ട് കഴിയുന്നു. നമുക്കും അത് സാധിക്കും. ആ പുനരുത്ഥാന ശരീരം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വ്യത്യാസമാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കാം, നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണ്. എന്നെ നിങ്ങൾ തൊട്ടു നോക്കാനായിട്ട് പറഞ്ഞു. ഞാൻ ഈ ഭാഗം ഇരുന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ദൈവദാസന്മാർ, പണ്ഡിതന്മാർ തന്നെ എഴുതിയിരിക്കുന്നത്, അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ സാധിച്ചു. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും, ജീവിക്കുന്ന സകലത്തിൻ്റെയും, സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ഒക്കെ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്, അവരെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അമീനോ ആസിഡ് ബ്ലോക്സ് ആണെന്ന് പറയുന്നു. അതായത് അത് പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുത്തിയത് കൊണ്ടാണ് വ്യത്യസ്തമായി. ഉദാഹരണമായിട്ട് ചിക്കൻ നമ്മൾ കഴിക്കുന്നു. ചിക്കൻ ഇവിടെ നിന്ന് കഴിച്ചാലും, നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്ന് ബഹ്റിനിൽ ചെന്ന് കഴിച്ചാലും, ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിച്ചാലും, റഷ്യയിൽ ചെന്ന് കഴിച്ചാലും ചിക്കനായിരിക്കും. ചിക്കന് ടേസ്റ്റ് ഒന്നായിരിക്കും. എന്താ കാരണം? ആ ചിക്കനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക അമീനോ ആസിഡ് ബ്ലോക്സ് ആണ്. ഓരോ ജീവജാലങ്ങൾക്കും അതിനും അതിൻ്റേതായ ബയോളജിക്കൽ കോഡ്സ് ഉണ്ട്. അത് മാറുന്നില്ല. ഞാൻ മറ്റ് രാജ്യങ്ങളിൽ പോയി ജീവിച്ചാൽ ഞാൻ ചിലപ്പോൾ ക്ഷീണിച്ചെന്നിരിക്കും, ചിലപ്പോൾ വണ്ണം വെച്ചെന്നിരിക്കും, പക്ഷെ ഞാൻ തന്നെ ആയിരിക്കും. എന്നെ തിരിച്ചറിയാൻ കഴിയുന്നത് ആ ബയോളജിക്കൽ കോഡ്സ് എന്നിൽ ഉള്ളതുകൊണ്ടാണ്. എൻ്റെ പുനരുത്ഥാനം കഴിയുമ്പോഴും എന്നെ തിരിച്ചറിയാൻ കഴിയുന്നതിന് ഒരു കാരണം അതാണ്. ഞാൻ തന്നെയായിരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ്. എന്നെ ഒന്ന് നിങ്ങൾ തൊട്ടു നോക്ക്. ഞാൻ നിങ്ങളുടെ കൂടെ 3.5 വർഷം നടന്നു, നിങ്ങളോട് കൂടെ ഭക്ഷിച്ചു, ജീവിച്ചു. ഞാൻ തന്നെയാണ് ഇപ്പോൾ പുനരുത്ഥാനം പ്രാപിച്ച് നിൽക്കുന്നത്. അത് പറഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞു. എന്നെ സഹോദരന്മാരെ, പൗലോസ് ഈ പുനരുത്ഥാന ശരീരം എങ്ങനെ ഇരിക്കുമെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊരിന്ത്യരോട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. പുനരുത്ഥാന ശരീരം എങ്ങനെ ഇരിക്കും? പൗലോസ് അതിന് പറഞ്ഞിരിക്കുന്ന ഇത്ര മനോഹരമായി പറഞ്ഞിരിക്കുന്ന വേറെ ഒരു ഭാഗമില്ല. നോക്കുക, 15-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം. 3 കാര്യങ്ങൾ സംഭവിക്കണം. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ ജീവിക്കുന്നില്ല. വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതാതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെ അല്ല. മാംസമല്ല. മനുഷ്യൻ്റെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, സ്വർഗീയ ശരീരം വേറെ, ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. താഴോട്ട് പോവുകയാണ്. പുനരുത്ഥാന ശരീരം എങ്ങനെയിരിക്കും? അവർ ചോദിച്ച ചോദ്യം ഇതാണ്, ഏതുവിധം ശരീരത്തോടെയാണ് വരുന്നത്? അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പൗലോസ് ഉപയോഗിച്ചത് ഒരു വിത്ത് വിതയ്ക്കുന്നതിനുള്ള ബന്ധത്തിലാണ്. ക്രിസ്ത്യാനികളായി നമ്മളെ കണ്ടിട്ടുണ്ടോ? ലോകത്തിൽ എവിടെ ചെന്നാലും ക്രിസ്ത്യാനികൾ നമ്മളെ അടക്കുകയാണ്, മണ്ണിനകത്ത് അടക്കുകയാണ്. ചില സാഹചര്യങ്ങളിൽ ദഹിപ്പിക്കേണ്ടി വരും, അത് വേറെ. എന്നാൽ പൊതുവെ നമ്മൾ മണ്ണിലേക്ക് അടക്കുകയാണ്. വാസ്തവത്തിൽ ഒരു വിത്ത് വിതയ്ക്കുന്ന പോലെയാണ്. പുനരുത്ഥാനം പ്രാപിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മണ്ണിലേക്ക് നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ ശരീരം മണ്ണിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അതിന് 36-ാം വാക്യം, മൂഢ, നീ വിതയ്ക്കുന്നത് ചാകണം, ചത്തില്ലെങ്കിൽ ജീവിക്കില്ല. ഡെസൊല്യൂഷൻ, അതായത് നമ്മുടെ ആ ശരീരം അത് മരിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണി ചാകുന്നില്ലെങ്കിൽ അത് തനിച്ചിരിക്കും, ചത്തെങ്കിലോ വളരെ വിളവുണ്ടാകും. അതിൻ്റെ ശേഷം 37-ാം വാക്യത്തില്
ഉണ്ടാകുവാനുള്ള വിത്ത്, അത് ആ വിതച്ചതല്ല പുറത്തു വരുന്നത്, പക്ഷെ അതിൽ നിന്നൊരു ജീവൻ വേറെ വരികയാണ്. പുനരുത്ഥാനം അങ്ങനെയാണ്. What you sow, you do not sow the body that shall be. And what you put in the ground is not the plant that will grow. നീ നിലത്തിടുന്ന ആ ചെടി തന്നെ അല്ല കിളുക്കുന്നത്, അതല്ല പുറത്തു വരുന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, എൻ്റെ ശരീരം മണ്ണിൽ ഏൽപ്പിച്ചിട്ട് എങ്ങനെ പുനരുത്ഥാനം പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും? അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്, ബട്ട് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ആ റീകൺസ്ട്രക്ഷൻ അല്ല, ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഇവിടെ പൗലോസ് പറഞ്ഞതുപോലെ നോക്കുക, അതിൻ്റെ 38 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അത് 38 വാക്യത്തിൽ, ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അതതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. എന്നെ മണ്ണിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ ആ വിത്ത് നിലത്തിട്ടത് അതിൽ നിന്ന് കിളിർത്തു വരും. പക്ഷേ അതിനെക്കാട്ടി ബെറ്ററാണ് വരുന്നത്. അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, ബട്ട് ദർ ഇസ് എ ഡിസ്കണ്ടിന്യൂറ്റി ഓൾസോ. അതിൻ്റെ ഒരവസാനം അവിടെയുണ്ട്. അതിൽ നിന്ന് വേറെ ഒരു വിത്ത് അതിനെക്കാട്ടി ബെറ്ററായിട്ട് വരുന്നത് പോലെ പുനരുത്ഥാനം പൗലോസ് ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആ ബയോളജിക്കൽ കോഡ്സ് അത് ബൈൻഡിങ് ആയിരിക്കും. പിന്നീട് 42 തൊട്ട് താനെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ചോദിച്ചു, പുനരുത്ഥാന ശരീരം എങ്ങനെയിരിക്കും? പൗലോസ് ആദ്യം പറഞ്ഞു 42 വാക്യത്തിൽ. നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. മരിച്ചവർ പുനരുത്ഥാനം അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടും, അദ്രവത്വത്തിൽ ഉയർക്കും. പെറിഷബിൾ ടു ഇൻപെറിഷബിൾ. ബോഡി ദാറ്റ് ഈസ് സോൺ ഈസ് പെറിഷബിൾ, ഇറ്റ് ഈസ് റേസ്ഡ് ഇംപെറിഷബിൾ. നമുക്കറിയാം, ഈ ഭൂമിയിലുള്ളതെല്ലാം ദ്രവിക്കുന്നു, എല്ലാം ദ്രവത്വമുള്ളതാണ്. റോമാലേഖനം 8:21-22 ദ്രവത്വത്തിൽ നിന്നൊരു വിടുതൽ കിട്ടുമെന്ന് വിചാരിച്ച ഭൂമി ഈറ്റുന്നോടിരിക്കുകയാണ്. ദ്രവത്വം ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദിസ് കറപ്ഷൻ, ദിസ് പെരിഷബിൾ വിൽ പുട്ട് ഓൺ ഇംപെരിഷബിൾ. അതായത് ഇവിടെ വായിക്കുന്ന ദ്രവത്വം ദ്രവിക്കുന്നത് അദ്രവത്വമായി ഉയർക്കും. നമ്മൾക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ദ്രവത്വമില്ലാത്ത അവകാശമാണ്. ഭൂമിയിലാണ് ദ്രവത്വമുള്ളത്, സ്വർഗത്തിൽ ദ്രവത്വമില്ല. നമ്മുടെ ശരീരം ആ വിധത്തിലായി മാറും. രണ്ടാമതെടുത്ത് പറഞ്ഞു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഫ്രം ഡിസോണർ ടു ഗ്ലോറി. എന്താണെന്ന് ഞാനത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, വി സോ ഇൻ ഡിസോണർ, ഇറ്റ് ഈസ് റേസ്ഡ് ഇൻ ഗ്ലോറി. ഈ ശരീരത്തെ ദൈവം നമുക്ക് നൽകിയത് അവനെ മഹത്വപ്പെടുത്താനാണ്. പലപ്പോഴും അത് സാധിക്കുന്നില്ല. പക്ഷേ പുനരുത്ഥാനം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവം എന്താഗ്രഹിക്കുന്നോ അവന് പ്രസാദമുള്ളത് ചെയ്യുവാൻ ഈ ശരീരം ഉതകുന്ന വിധത്തിൽ ആക്കി തീർക്കും. മൂന്നാമത് വായിക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ഫ്രം വീക്ക്നെസ് ടു പവർ. ഒരു പകൽ അധ്വാനിച്ചാൽ രാത്രി ഉറക്കം വേണം. ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല. എന്നാൽ ബൈബിളിൽ രേഖപ്പെടുത്തി, ഇനി രാത്രി ഉണ്ടാകത്തില്ല. ദർ ഇസ് നോ നൈറ്റ്. വിശ്രമം ആവശ്യമില്ലേ? എന്താ കാരണം? നമ്മുടെ ശരീരം ഇന്ന് ബലഹീനമാണെങ്കിൽ അന്ന് ശക്തിയിൽ ഉയർക്കും. മാർട്ടിൻ ലൂതർ ഓർപ്പിച്ച പോലെ, നത്തിങ് വിൽ ബി ഇമ്പോസിബിൾ. നത്തിങ് വിൽ ബി ഇമ്പോസിബിൾ. ഒരു ദൈവ പൈതലിനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വത്തിന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നും അസാധ്യമാകില്ല. ഇന്ന് പലതും നമുക്ക് സാധിക്കുന്നില്ല, അന്ന് സാധിക്കും. നാലാമത് അതോടെ പറഞ്ഞ് ഞാൻ നിർത്താം. പ്രാകൃത ശരീരം വിതയ്ക്കും, ആത്മിക ശരീരം ഉയർക്കും. പ്രാകൃത ശരീരം, നാച്ചുറൽ ബോഡി വിൽ പുട്ട് ഓൺ സ്പിരിച്വൽ ബോഡി. ഇന്ന് ഈ ശരീരം നാച്ചുറലാണ്, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഉതകുന്നതാണ്. സ്വർഗത്തിൽ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ അത് സ്വർഗത്തിൽ ജീവിക്കാൻ കഴിയുന്ന പോലെ ആയി മാറും. ദൈവദൂതന്മാർക്ക് തുല്യമായി മാറും. നമ്മുടെ ശരീരം 4 വ്യത്യാസമുണ്ടായിരിക്കും. കൊരിന്ത്യരെ ചോദിച്ചു, ഏതുവിധം ശരീരമാണ്? പൗലോസ് ആദ്യം പറഞ്ഞു, ഒരു വിത്ത് വിതയ്ക്കുന്ന പോലെയാണ്. ആ വിത്ത് ചാകണം, ചത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് അതേ വിത്തിൻ്റെ ജീവൻ പുറത്തു വരുന്നു. ദർ ഇസ് എ ഡിസ്കണ്ടിന്യൂറ്റി ആൻഡ് ദർ ഇസ് എ കണ്ടിന്യൂറ്റി. പുനരുത്ഥാനം വിശദീകരിക്കാൻ പൗലോസ് ശ്രമിക്കുക.
അതിൽ 4 കൂട്ടം വ്യത്യാസം. ദ്രവത്വമാണ് ഇന്ന്, അന്ന് അദ്രവത്വമാണ്. ഇന്ന് അപമാനമാണെങ്കിൽ അന്ന് തേജസ്സിൽ വിതയ്ക്കപ്പെടും, തേജസ്സിൽ ഉയർക്കും. ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ ശരീരം കൊണ്ട് കഴിയും. 3 ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു. നമ്മൾ ബലഹീനരാണ്, ശക്തിയില്ല, എന്നാൽ ശക്തിയിൽ ഉയർക്കും. 4 പ്രാകൃത ശരീരം ആത്മീക ശരീരമായി മാറും. എത്ര വലിയ വ്യത്യാസം! നമ്മൾ ദൈവദൂതന്മാർക്ക് തുല്യമായി മാറും. ഞാൻ ഏതാണ്ട് ഇവിടെ നിർത്തണം, എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം നമുക്ക് നമ്മുടെ ഉയർപ്പിൻ്റെ ഉറപ്പ് തന്നിരിക്കുകയാണ്. അവനാണ് ആദ്യ ഫലം. ആദ്യത്തെ കറ്റ കൊയ്തപ്പോൾ ഇനിയും ആ വയലിൽ നിന്ന് കറ്റകൾ കൊയ്യാനുണ്ട്. ഓരോരുത്തർ താൻ തൻ്റെ നിരയിൽ കൊയ്ത്ത് നടക്കും. ദൈവം വച്ചിരിക്കുന്ന ആ ഓരോ നിരയിലെ പുനരുദ്ധാനം പ്രാപിക്കും. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ പുതിയ നിയമസഭയുടെ പുനരുദ്ധാനം. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം. 4 കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഈ ഭൂമിയിൽ വരുമ്പോൾ മഹോപദ്രവ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവരുടെ പുനരുദ്ധാനം. ഈ 4 കൂട്ടർ വിശുദ്ധന്മാരും ഭാഗ്യവാന്മാരുമാണ്. അത് 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് നടന്നിരിക്കും. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് ഭാഗ്യവാന്മാരല്ലാത്തവർ, വിശുദ്ധന്മാരല്ലാത്തവർ, പാപികളുടെ പുനരുദ്ധാനം 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോഴാണ് നടക്കുന്നത്. ഭയാനകമായ ഒരു പുനരുദ്ധാനമാണ്. 2 kind of resurrection. One is blessed, another is cursed. ഒന്ന് ഭാഗ്യകരമായ പുനരുദ്ധാനം, രണ്ടാമത് വളരെ ഭയാനകമായ ഒരു പുനരുദ്ധാനം. ഞാനിവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനം ദീർഘമായൊരു പഠനത്തിന് ഉതകും. അതായത് കർത്താവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് പുനരുദ്ധാന ശേഷമാണ്. എബ്രായനെ കർത്താവ് എഴുതുന്നു, അവൻ ഭൂമിയിലായിരുന്നുവെങ്കിൽ പുരോഹിതനാകില്ലായിരുന്നു. 2, നമ്മുടെ കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ച ശിഷ്യന്മാർ കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അവർ മതിമറന്നു. കർത്താവ് ശിഷ്യന്മാരെ, ആ സ്ത്രീകളെ വഴിയിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞു, റിജോയ്സ്, ആനന്ദിക്കുക. ആ പുനരുദ്ധാനം ഹൃദയത്തിൽ ആനന്ദം തരുന്നു. അവൻ പുനരുദ്ധാനം പ്രാപിച്ച ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ആ ശിഷ്യന്മാർ അവനെ ആരാധിക്കാൻ കൂടി വന്നപ്പോൾ അവരുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് തുടർന്ന് പഠിക്കാം. ഫൈനൽ ഡെസ്റ്റിനി നമുക്ക് നോക്കാം. ഇനിയും ന്യായവിധിയുണ്ട്. ഞാനത് വളരെ കുറച്ച് എടുത്തുകൊണ്ട് സ്വർഗവും നരകവും, ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഞാനതിൻ്റെ വിശദീകരണം എടുക്കാൻ നോക്കാം. ദൈവം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച അതിൻ്റെ ക്ലാസ് തുടങ്ങാനായിട്ട് ശ്രമിക്കാം. കാരണം അത് ദീർഘമായൊരു പഠനമാണ്. അതെടുക്കാനായിട്ട് ശ്രമിക്കാം. പ്രാർത്ഥനയോട് കടന്നു വരിക. ദൈവം സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങൾ ഈ PC എബ്രഹാം സാറ് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ദിവസം ഈ വടാനപ്പള്ളി ഭാഗത്ത് ഞങ്ങൾ സ്കൂളുകളിൽ ബൈബിൾ കൊടുക്കാനായിട്ട് പോയി കിഡിയൻസിൻ്റെ. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് അവിടെ ബൈബിൾ വാങ്ങിച്ച മുസ്ലിം സഹോദരിമാരാണ്. വളരെ സന്തോഷത്തോടു കൂടെ അവർ ബൈബിൾ വാങ്ങിച്ചു. എല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ ഇഷ്ടപ്പെടുന്ന അനവധി ആളുകളുണ്ട്. നമ്മളിവിടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ ദാസനുമായിട്ട് ഈ കാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ ക്ലാസ്സുകളെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ മഹാത്മ്യം, നമ്മൾ എത്രമാത്രം സുവിശേഷം അറിയിക്കുവാൻ വെമ്പൽ കൊള്ളുന്നവരായി മാറും എന്നാണ് എന്നോടൊന്ന് പറഞ്ഞത്. ഞാൻ ഈ ക്ലാസ് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ അത് ഓർക്കുകയായിരുന്നു. നമ്മൾ അനുഭവിക്കുന്ന ഈ ആത്മീയ സന്തോഷം, ഈ പ്രത്യാശ മറ്റുള്ളവരിൽ വാർത്തപ്പെടുവാനായിട്ട് നമ്മൾ വെമ്പൽ കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് കഴിയുന്നത്ര ആളുകൾ വിളിച്ചുകൊണ്ട് വരിക. നമ്മൾ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവരെയും കൊണ്ടുവന്നാൽ ഈ ക്ലാസ് കേട്ടാലും രക്ഷിക്കപ്പെടാൻ ഇടയായിത്തീരും. വരുന്ന 2 ക്ലാസ്സുകളിലും അങ്ങനെയുള്ളവർ കടന്നു വന്നാലും ആ ക്ലാസ്സിൻ്റെ മധ്യത്തെ സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിൻ്റെ ദാസൻ ഉപയോഗിക്കും. അതുകൊണ്ട് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും പേരുപേരായി എടുത്ത് ഞാൻ നന്ദി പറയേണ്ടതാണ്. എങ്കിലും കടന്നു വന്ന എല്ലാവർക്കും, പല സഭകളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്നും കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്നവർ, സുവിശേഷന്മാരായിരിക്കുന്ന എൽഡേഴ്സ് ആയിരിക്കുന്നവർ, സഹോദരന്മാർ എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. പല സഭകളിൽ നിന്നൊക്കെ കർത്താവിൻ്റെ ദാസൻ വന്നിട്ടുണ്ട്. കുറേ അധികം പേര് കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദിയുടെ വാക്കുകൾ പറയുന്നു. ദൈവം അനുഭവിക്കട്ടെ. വരുന്ന ഞായറാഴ്ചയും അടുത്ത ഡിസംബർ 7-ാം തീയതി, ഡിസംബർ 14-ാം തീയതി 2 ഞായറാഴ്ചകൾ കൂടി ഈ ക്ലാസ് തുടരും. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ PC എബ്രഹാം സാർ കടന്നു വന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നു. മറ്റ് യാതൊരു മതവിഭാഗത്തിനും ആശയ സംഹിതയ്ക്കും ഇല്ലാത്ത ഒരു വെളിപ്പാടാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്.
അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ആ പുനരുത്ഥാനത്തിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. ഡോക്യുമെൻ്റഡ് ആയിട്ട്, എവിഡൻസ് ആയിട്ട് ബൈബിളിലും ബൈബിളിൻ്റെ വെളിയിലും നമുക്ക് കിട്ടുന്ന ധാരാളം പ്രൂഫുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച്. നമ്മുടെ പുനരുത്ഥാനവും സാധിക്കും എന്നുള്ള വലിയ ഒരു സത്യം ഈ ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ ദാസനെ നമുക്ക് അതിനുവേണ്ടി ഒരുക്കി. ഈ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ആശയം നമ്മുടെ ഹൃദയത്തിൽ സ്ഥായിയായിട്ട് ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സുവിശേഷകന്മാരായിട്ട് മാറും. കാര്യം മറ്റാർക്കും വെളിപ്പെട്ട് കിട്ടാത്തൊരു വലിയ ഒരു സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്ന തന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് മറ്റുള്ളവരോട് പറയാനായിട്ട്. ദൈവം അതിനുവേണ്ടി നമ്മെ സഹായിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങനെ വായിച്ചു നിന്റെ വചനത്തിൻ്റെ ചുവടിൽ ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇന്ന് രാത്രിയും അനുവദിച്ചതുകൊണ്ട് സ്തോത്രം. വചനം വിഭാഗിച്ചു തരുവാനും കർത്താവെ തുറക്കപ്പെട്ട പുസ്തകം ഞങ്ങൾക്ക് വ്യക്തമാക്കി തരുവാനും അങ്ങ് ഉപയോഗിച്ച കർത്തദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളും ദശാബ്ദങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജോൺ പി തോമസിനായിട്ട് സ്തോത്രം. എവിടൊക്കെ നീ പറഞ്ഞയക്കുമോ, എവിടൊക്കെ നീ വചനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുമോ, അവിടെയൊക്കെ വിശ്വസ്തനായിട്ട് ഏൽപ്പിച്ച ഈ വലിയ ദൗത്യം നിറവേറ്റുവാൻ തക്കവണ്ണം ഉയരത്തിലെ ജ്ഞാനം, ഉയരത്തിലെ ശക്തി, ആയുസ്, ആരോഗ്യം ഇതെല്ലാം കൊടുത്ത് നടത്തണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് കടന്നു വരുവാൻ തക്കവണ്ണം ഇന്ന് ഈ ആലയം ഒരുക്കപ്പെട്ടത് കൊണ്ട് സ്തോത്രം. ആ ഒരു ദർശനം, ആ ഒരു കാഴ്ചപ്പാടും സിറ്റി ബദൽ അസംബ്ലിക്ക് കൊടുത്തത് കൊണ്ട് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളൊക്കെ കർത്താവ് കടന്നു വന്ന് ദൈവസന്നിധിയിൽ സമ്പന്നരായിട്ട് മടങ്ങിപ്പോവുകയാണ്. ഞങ്ങൾക്ക് ലഭിച്ച വലിയ ഈ സത്യത്തിൻ്റെ ആവേശത്താൽ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇത് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുവാൻ, സമർപ്പണത്തോടെ പോകുവാൻ അത് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം കേട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ മാർമികമായ സത്യങ്ങളെ വെളിപ്പെടുത്തി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറക്കിത്തുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു രൂപാന്തരം ഉണ്ടാകണം കർത്താവേ. ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ ശൈലിക്കൊരു വ്യത്യാസം ഉണ്ടാകണം. ഞങ്ങളുടെ കാഴ്ചപ്പാട് മാറണം. ഇതാണ് കർത്താവേ നീ ആഗ്രഹിക്കുന്നതും ഈ മീറ്റിങ്ങുകൾ കൊണ്ട് നീ താല്പര്യപ്പെടുന്നതും. അതിനുവേണ്ടി കർത്താവേ നിൻ്റെ കലങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും തരികയാണ്. ഞങ്ങൾ മുമ്പോട്ട് പോകട്ടെ, കൂടെ ഇരിക്കണം, കൃപ തരണം. വരുന്ന ക്ലാസ്സുകളും അനുഗ്രഹമാക്കി തീർപ്പാൻ തക്കവണ്ണം അങ്ങ് പ്രസാദിക്കണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പൊന്നുപാലത്ത് സമർപ്പിക്കുമ്പോൾ പിതാവേ കരുണ ഉണ്ടായി സ്വീകരിക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം എല്ലാവരോടു കൂടെയും നാം കേട്ട വചനത്തോടു കൂടെയും നമ്മുടെ ജീവിതത്തോടു കൂടെയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.